വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഈ ഒരു ചർച്ചയുടെ മോഡറേറ്റർ ഇന്ദിര നമ്പൂതിരിപ്പാട് വേദിയിലേക്ക് സ്നേഹപുരസ്സരം ക്ഷണിക്കുകയാണ്. പാനൽ അംഗങ്ങൾ 7 പേരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. ഡോക്ടർ പ്രീജ രാമൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ ലൈല രാമചന്ദ്രൻ, ഡോക്ടർ ആതിര, അനുശ്രീ, ശ്രീദേവി പി നമ്പൂതിരിപ്പാട്, ശ്രുതി കൃഷ്ണ, രേഷ്മ നകുൽ, എല്ലാവരെയും വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. പാനൽ അംഗങ്ങളെയും മോഡറേറ്ററെയും പരിചയപ്പെടുത്തുന്നു. മോഡറേറ്റർ ഇന്ദിര നമ്പൂതിരിപ്പാടാണ്. അമൃത വിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ CIR കോർപ്പറേറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ ഫാക്കൽറ്റിയായി പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ദിര നമ്പൂതിരിപ്പാട്. ജീവിതായോധനത്തിന് പ്രാപ്തമാക്കുന്ന സോഫ്റ്റ് സ്കിൽസാണ് അവിടെ ഇന്ദിര നമ്പൂതിരിപ്പാട് പഠിപ്പിക്കുന്നത്. പങ്കെടുക്കുന്നവർ പ്രീജ രാമൻ, ലാൻഡ്സ്കേപ്പിംഗ് കമ്പനി നടത്തി വരുന്ന ആളാണ്. ഡോക്ടർ പ്രീജ രാമൻ നഴ്സറി ഹഗ് എ പ്ലാന്റ് എന്ന പല പദ്ധതികളും അവർ നടത്തി വരുന്നുണ്ട്. ഡോക്ടർ ലൈല രാമചന്ദ്രനെ പരിചയപ്പെടുത്തുന്നു. WSP കൺസൾട്ടൻറ്റിൽ ആൻഡ് ചാർട്ടേഡ് എഞ്ചിനീയറിംഗ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് അവിടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയാണ് ഡോക്ടർ ലൈല. ഡോക്ടർ ആതിര BDS ചീഫ് ഡെൻ്റൽ സർജനാണ്. ടൂത്ത് ഫെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക്ക് നടത്തി വരുന്നുണ്ട്, മൂഴിക്കുളത്ത് നടത്തി വരുന്നുണ്ട് ഡോക്ടർ ആതിര. അനുശ്രീ ഒരു ഫാഷൻ ഡിസൈനറാണ്, വെയർ സ്റ്റോർ നടത്തുന്ന ഒരു ആൾ കൂടിയാണ്. അതുപോലെ ശ്രീദേവി നമ്പൂതിരിപ്പാട് ഫൗണ്ടർ ആൻഡ് ചീഫ് ഡിസൈനർ സ്രീസ് ഇൻറ്റീരിയർ സ്റ്റുഡിയോ കോലഴി. മറ്റൊരാൾ ശ്രുതി കൃഷ്ണ ഫാഷൻ ഡിസൈനറാണ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അറ്റ് ടെലിനട്സ് ടാലൻറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോർമേഷൻ മാനേജിംഗ് പാർട്ട്ണർ. മറ്റൊരാൾ രേഷ്മ നകുൽ യൂട്യൂബറാണ്, ഫൗണ്ടർ ഓഫ് ആത്തേമാർസ് വേൾഡ്. അങ്ങനെ 7 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. ചർച്ച മോഡറേറ്റ് ചെയ്യുന്നത് ഇന്ദിര നമ്പൂതിരിപ്പാട്. ഇവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ചർച്ചയിൽ പങ്കാളികളാകാൻ സദസ്യരെയും സാദരം ക്ഷണിക്കുകയാണ്. നമസ്കാരം. നല്ലൊരു വിഷയമാണ് വിമൻ, സ്ത്രീകൾക്ക് എന്തൊക്കെ അവസരങ്ങളുണ്ട്, അതായത് അന്തർജനങ്ങൾക്ക് എന്നാണ് ഇവിടെ പറഞ്ഞെടുക്കണം എന്തൊക്കെ അവസരങ്ങളുണ്ടെന്ന്. എന്താ ഈ അന്തർജനം എന്ന് പ്രത്യേകിച്ച് എഴുതാൻ, സ്ത്രീകൾ എന്താ എഴുതാനെന്ന് എനിക്ക് ഒരു മനസ്സിൽ വന്നു. എന്താ വെച്ചാൽ എല്ലാവർക്കും പോരാട്ടങ്ങൾ ഒരേപോലത്തതാണ്. അപ്പോൾ ഞാൻ ഓരോരുത്തരെയായിട്ട് ക്ഷണിക്കുകയാണ്. അവനവൻ്റെ എന്താണ് അവർ ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ പോരാട്ടങ്ങളാണ് നേരിട്ടത്, അതെങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതും കൂടിയും പറയാനാണ്. അതല്ലാതെ പിന്നെ എന്തൊക്കെ അവസരങ്ങളുണ്ടെന്ന് നമ്മൾ പിന്നീട് വീണ്ടും ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഒരു റൗണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രീജ. ഇപ്പോൾ അന്തർജനങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അന്തർജനങ്ങളും അവസരങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളെല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ ഇല്ലം എന്നെ വേലി അയച്ചത് ശീവള്ളിയിലേക്കാണ്. എൻ്റെ ഇല്ലം വയലിക്കൊടുത്ത മനയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഥ ആദ്യം പറയാം. അതിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളൊക്കെ തന്നെയാണ് എനിക്കും ഉള്ളത്. വേലി വരെ വളരെ നന്നായി പഠിച്ചു. വളരെ നന്നായി വെച്ചാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. പഠിച്ചു, ഡിഗ്രി ചെയ്തു, PG ചെയ്തു. അത് കഴിഞ്ഞ് ഒരു കോളേജിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ഞാൻ അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്തായിരുന്നു വേളി. അപ്പോഴും എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ജോലിയിൽ ഞാൻ
അത്ര തൃപ്തിയല്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും സ്വന്തമായി ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അറിയാലോ, നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയുന്നതും നല്ലൊരു ജോലി അത് നീ കളയരുത്, അതുകൊണ്ട് നടക്കണം, അങ്ങനെ തന്നെ വേണം, നല്ലൊരു കുടുംബമായിട്ട് വേണം. ടീച്ചർ ജോലി എന്ന് പറഞ്ഞാൽ കംഫർട്ടബിളാണ്, നമുക്ക് രാവിലെ 9 മണിക്ക് പോകുന്നു, വൈകുന്നേരം 5 മണിക്ക് വരുന്നു, സുഖമാണ്, എന്തിനാ നീ വേറൊരെണ്ണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും വേണ്ട, അത് ശരിയല്ല എന്നതായിരുന്നു എൻ്റെ ഇല്ലത്തുനിന്നും അല്ലെങ്കിൽ അമ്മത്തുനിന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ അതെല്ലാം മാനിച്ചു, വേളി കഴിഞ്ഞു. പിന്നെ ആ ജീവിതങ്ങളായി, അവിടുത്തെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പാടുകളും അതെല്ലാം ആ ഒരു സെറ്റിൽമെൻറ്റ്, എല്ലാവരുടെയും ജീവിതത്തിലുള്ളവർ ആ ഒരു സെറ്റിൽമെൻറ്റ് സ്റ്റേജ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളായി, അതിൻ്റെ കാര്യങ്ങളായി. അപ്പോഴും ആ ആഗ്രഹം നമ്മൾ മാറ്റി വച്ചിരുന്നെങ്കിൽ അതവിടെ മാറ്റിയിരുന്ന് ഇപ്പോഴും അത് സ്വപ്നമായിട്ടിരുന്നേനെ. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടി എൻ്റെ ഫാമിലിയെയും കൂട്ട് പിടിച്ച് ഞങ്ങൾ ഒരുമിച്ച്, ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചാണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിനും ഇതിലെല്ലാം താല്പര്യമുള്ള ഒരാളായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഹഗ് പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയാണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത്. ഞങ്ങൾക്ക് നഴ്സറി ഉണ്ട്, പ്ലാന്റ് നഴ്സറി ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കോളേജുകളിലും അതുപോലെ കൊമേഴ്ഷ്യൽ സ്ഥലത്തെല്ലാം ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലൈല രാമചന്ദ്രൻ. ചികിത്സിക്കുന്ന ഡോക്ടറല്ല കേട്ടോ, ഒരു PhD ആണ് എടുത്തേക്കണത്. അപ്പോൾ ആ PhD എടുക്കണേൽ പിന്നിലൊരു ചെറുതായൊരു മോട്ടിവേഷൻ ഉണ്ട്. മോട്ടിവേഷൻ ഫ്രം എ ഡീമോട്ടിവേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ലോട്ട് ഓഫ് ബിഗർ ക്രൗഡ്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് അത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഇൻ ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ഫ്രം NIT കാലിക്കറ്റ്. അത് കഴിഞ്ഞ് ആ സമയത്താണ് വേളി കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നേരെ ഡൽഹിക്കായിരുന്നു യാത്ര. അത് കഴിഞ്ഞു അവിടുന്ന് ട്രാൻസ്ഫറായി വന്ന് ബാംഗ്ലൂർക്കായി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു കരിയർ ജേണി. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ശിറ്റശി എന്ന് പറഞ്ഞാൽ ഒരു 40-50 ഇയേഴ്സ് ബിഫോറുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് എൻജിനീയറിങ്ങിന് കിട്ടിയപ്പോൾ എൻജിനീയറിങ്ങിന് ചേരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഒരു കുട്ടിയൊക്കെയാണ്, അന്ന് 1 ലേഡിയൊക്കെ എൻജിനീയറിങ്ങിന് കിട്ടുള്ളൂ. അപ്പോൾ ശിറ്റശിയോട് ചേരണ്ടെന്ന് പറഞ്ഞു. അവർ വേറൊരു ഏരിയയിലേക്ക് പോയി. ബട്ട് ഷീ ഡിഡ് വെൽ. അവർ ഒരു കോളേജിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായി, ഫിസിക്സ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി അവർ റിട്ടയർ ചെയ്തു. അപ്പം ഒരു കാലത്ത് എൻജിനീയറിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ആ ഒരു കാലത്ത് പെട്ടതല്ല. എന്നാലും ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ വന്നത്, ഇന്ന് ഉച്ചയ്ക്കുള്ള ഒരു ഡിസ്കഷനിൽ വന്നത്, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സോ ഒബ്വിയസ്ലി എല്ലാവരും വിചാരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ നേരെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് കടക്കുക, വെയിലത്ത് നിൽക്കുക, ആൻഡ് അത് സൂപ്പർവൈസ് ചെയ്യുക. അതാണ് ബേസിക്കലി സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാലുള്ള ഒരു പെർസെപ്ഷൻ. പക്ഷേ സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഒരുപാട് ലൈക്ക് ബ്രിഡ്ജസ് ഉണ്ട്, എൻവിറോൺമെൻ്റൽ, ദെൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ഓരോ ടൈം കഴിയും തോറും ഒരുപാട് ഔട്ട്സോഴ്സിങ് ജോബ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് WSP കൺസൾട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ, ഇൻ മാനിത ടെക് പാർക്കിലാണ്. അവിടെ ഓഫീസിലാണ്, AC-യുടെ ഉള്ളിലിരുന്ന് വി ആർ ഡൂയിങ് ദ ഡിസൈൻസ്. സോ ഗേൾസിന് വരാൻ പറ്റാത്തൊരു മേഖലയല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ഈവൻ യു ആർ ടോക്കിംഗ് അബൌട്ട് മെക്കാനിക്കൽ, അല്ലേ? ഞാൻ പറയണ്ടായിരുന്നു, മെക്കാനിക്കലിലും നമ്മൾ കാണേണ്ടത് 1-2 പെൺകുട്ടികളാണ്. ബേസിക്കലി അതും ഒരു ബോയ്സ് മേഖലയാണ് എന്നുള്ളൊരു ധാരണയാണ്. സ്ത്രീകൾ എങ്ങനെ ഈ മെക്കാനിക്കൽ ഇതിൽ ചെയ്യാം? അപ്പം പലപ്പോഴും ഞാൻ എൻജിനീയറിംഗ് കോളേജിലാണ് പഠിപ്പിക്കുന്നത്, അപ്പോൾ സോഫ്റ്റ് സ്കിൽസാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവാദം ഉണ്ടാവാറുണ്ട്, വൈ ഡിഡ് യു ചൂസ് ദിസ്? ഇത് നിങ്ങൾ ഡീഫോൾട്ടായിട്ട് എൻജിനീയർ ആയതാണോ, ആക്സിഡൻ്റൽ എൻജിനീയറിംഗ് ആയതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പലരും പറയും എനിക്ക് മെക്കാനിക്കൽ ആയിരുന്നു ഇഷ്ടം, പക്ഷേ അമ്മയും അച്ഛനും സമ്മതിച്ചില്ല, അതാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തതെന്ന്.
അപ്പോൾ സേഫ് സൈഡ് നോക്കാറുണ്ട്. അത് ഇന്ന് ഞങ്ങളൊരു ചർച്ചയിൽ പറയുണ്ടായി. അപ്പോൾ ഞാൻ വല്ലാണ്ട് ടൈം എടുക്കുന്നില്ല ഇൻട്രൊഡക്ഷനിൽ, എന്നാലും ഞാൻ ആ ഓപ്പർച്യൂണിറ്റീസിൽ ആർക്കെങ്കിലും അറിയണമെങ്കിൽ സെർട്ടൻലി ഐ ക്യാൻ ഗീവ് സം അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ബിഹൈൻഡ് മൈ PhD. അപ്പം ഇനീഷ്യൽ പീരീഡ് ഓഫ് എ കരിയറിൽ ഞാൻ ഇപ്പോൾ കൺസൾട്ടൻസി ആകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോജക്ട്സ് സെല്ലിംഗ് എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ പ്രോജക്ട്സ് എടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യണം. വലിയ വലിയ മീറ്റിങ്സിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടാവും, ചീഫ് സെക്രട്ടറി ഉണ്ടാവും, മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. ആൻഡ് മോസ്റ്റ്ലി ഇൻ ദാറ്റ് റൂം ഐ വിൽ ബി ദ ഓൺലി വൺ ലേഡി. എക്സാഗറേഷൻ അല്ല കേട്ടോ, ആ കാലത്ത് ഐ എം ടോക്കിംഗ് അബൌട്ട് 10-15 years ബാക്ക്. അപ്പോൾ ഇന്ത്യയിലുള്ള മോസ്റ്റ് ഓഫ് ദ മെട്രോ, ബാംഗ്ലൂർ മെട്രോ, ഡൽഹി മെട്രോ, ലക്നൗ, ജയ്പൂർ, ഓൾമോസ്റ്റ് ഓൾ മെട്രോയുടെ പ്രോജക്ട്സിൽ ഞാൻ കൺസ്ട്രക്ഷൻ സൈഡല്ല, പ്ലാനിങ് സൈഡിൽ റൂട്ട് ഫൈനലൈസേഷൻ, പിന്നെ സ്റ്റേഷൻ ഫൈനലൈസേഷൻ, ഡിപ്പോ ഫൈനലൈസേഷൻ, ഈവൻ ഡിപ്പോ പോയി നോക്കുക എവിടെയാണ്, വാട്ട് ഈസ് എ പോസിബിൾ ലൊക്കേഷൻ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും അപ്പോൾ ഓൺലി വൺ ലേഡിയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു വലിയ ക്രൗഡിൽ, അപ്പോൾ ഈ ഇവിടെയൊക്കെയാണല്ലോ ഉണ്ടാവുക, എന്താ പറയുക, മിനിസ്റ്റേഴ്സ് ഇരിക്കുന്ന സ്ഥലങ്ങളിലാണല്ലോ മീറ്റിങ്സ് എല്ലാം വെക്കുക. അപ്പം അവിടെ ഒരു ലേഡി ഉണ്ടാവും. ആൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് ബിഗർ തിങ്സ്. മെട്രോ ഹാസ് ടു ബി ഹിയർ, മെട്രോ റൂട്ട് ഹാസ് ടു ബി ഹിയർ. യു ആർ ടോക്കിംഗ് അബൌട്ട് 200 crores per kilometer, ഇറ്റ് വിൽ ബി 200 crores per kilometer എന്നൊക്കെ പറഞ്ഞ കോസ്റ്റൊക്കെ പറയുക. സോ നെറ്റ് അറിയാതെ ചുളിച്ചു പോവും അല്ലേ. അപ്പോൾ ഐ തോട്ട് ഓക്കെ. പക്ഷേ അക്കാഡമീഷ്യൻസ് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് കൂടും. ഓക്കെ, ഹീസ് ഫ്രം IIT, ഹീസ് ഫ്രം IIT പ്രൊഫസേഴ്സ്. സോ അവർ പറയുന്നതിനൊരു വെയിറ്റേജ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടിയും വിദ്യാഭ്യാസം വേണം. ഐ നീഡ് വൺ മോർ സ്ട്രോങ്, ഒരു വാല് വേണം എനിക്ക്. സോ വാലല്ല, ഹെഡ്. സോ ഐ വെൻറ്റ് ഫോർ ഡോക്ടറേറ്റ്. ഞാൻ പറയണേ പഠിപ്പിനും ഒരു ടൈമില്ല. ഐ വെൻറ്റ് വെരി ലേറ്റ് ഡോക്ടറേറ്റ് എടുത്തത്. അപ്പോൾ ഡോക്ടറേറ്റിനും ഒരു മോട്ടിവേഷൻ, ഡിമോട്ടിവേഷൻ ടു ദ മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടറേറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എൻജിനീയറിംഗ് മേഖലകളിലും. നമുക്ക് സ്വന്തമായിട്ട് കൺസൾട്ടൻസി തുടങ്ങാനുമുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ പാഷൻ, അത് കുട്ടിയാവുമ്പോൾ അമ്മ വെരി സ്ട്രിക്റ്റ് ആയിരുന്നു. ഡാൻസ് മാത്രമായിട്ട് നടന്നാൽ പോരാ, പഠിപ്പാണ് മുഖ്യം. പഠിപ്പിൽ സ്ട്രോങ് ആയിട്ട്, ഇഫ് യു ആർ ഇൻ കരിയർ, വൺ സ്ട്രോങ് കരിയർ, ദെൻ യു ക്യാൻ ഡു വാട്ട് എവർ യു വോണ്ട് ലോങ് ടൈമിൽ എന്നുള്ളത്. അപ്പോൾ അത് കേട്ടിട്ട് ഇപ്പം ഞാൻ എൻ്റെ പാഷൻ ഡാൻസും കൂടി കൊണ്ട് നടക്കുന്നു. അത് ഒരു വൺ സൈഡിൽ. അപ്പോൾ 2 years back I did my masters in Mohiniyattam. So there is no age or there is no limit or there is nowhere. So you can do, if you have the will, you can do anything. Yeah, that's. നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര, ഡെൻറ്റിസ്റ്റാണ്. എറണാകുളം ജില്ലയിലെ മൂഴിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ട് നടത്തുകയാണ്. ഏകദേശം ഒരു 6-7 ഡോക്ടർമാർ കൂടിയിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. മാനേജ്മെൻറ്റൊക്കെ ഞാനാണ്. ഞാൻ BDS ആണ്. MDS ഉള്ള കുറേ സ്പെഷ്യലിസ്റ്റുകൾ അപ്പോയിൻമെൻറ്റ് അനുസരിച്ചിട്ടൊക്കെ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇതായിട്ട് പോണു. ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ, പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡെൻറ്റിസ്റ്റ് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമേ തൊട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ഭയങ്കര ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഡോക്ടറാണ്, ഓക്കെ ശരി, ഭയങ്കര ടോപ്പറാവും, സ്കൂൾ ടോപ്പർ ആയിരിക്കും. അങ്ങനെയൊന്നും ആയിരുന്നില്ല. വേണമെങ്കിൽ എന്നെ ബിലോ ആവറേജ് എന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു വിഷമവും ഇല്ലാത്ത ഒരാളാണ്. കാരണം സ്കൂൾ ലൈഫിൽ തന്നെ ഇഷ്ടം പോലെ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുന്നൊരു കാര്യം പറയാം, ഞാനൊരു +2 ഫെയിലായിരുന്നു. ഞാനാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് ഇതുവരെ എത്തിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹാർഡ് വർക്ക്, അതുമാത്രമേ പറയാനുള്ളൂ. ഒരു തോൽവിയല്ല, 2 തോൽവിയല്ല, എത്രയോ തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പേര് എന്നോടൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ട്, പൊക്കാവുന്നത് പൊക്കിയാൽ പോരെ എന്നെല്ലാവരും ചോദിച്ചിട്ടുമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ പറയണത്, വേറൊന്നുമല്ല. ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുക നമ്മളെക്കൊണ്ട് ഇത് പറ്റുമോ. ഒരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മളൊന്ന് വിലയിരുത്തും, നമുക്കിതിനുള്ള കഴിവുണ്ടോ. ഒരു തരത്തിൽ കുറച്ചെങ്കിലൊക്കെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ആ അഹങ്കാരങ്ങളൊക്കെ ഒന്ന്
ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാവും ഈശ്വരന്മാർ ഓരോരുത്തരുടെ വായിൽ നിന്ന് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ പ്രൊഫഷണൽ കോഴ്സ് എടുത്തു കഴിഞ്ഞപ്പോഴും അതെ, ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അവിടെയും ഇഷ്ടംപോലെ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ആൾക്കാരെല്ലാവരും ചോദിച്ചിട്ടുണ്ട്, പറ്റില്ല അല്ലേ, കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോയിക്കൂടെ, പറ്റില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇഷ്ടം പോലെ വഴികൾ വേറെയുണ്ട്. അങ്ങനെ ഒരുപാട് വർഷം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഏറ്റവും അവസാനം വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാം, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പ്രൊഫഷണൽ എല്ലാം നിർത്തുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഞാൻ ഈ ഒരു പ്രൊഫഷൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്ക് 1 വയസ്സാവാറായിരുന്നു. അതൊന്നും ഒരു പ്രശ്നമല്ല, വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ഫാമിലി. അത് പറയാതിരിക്കാൻ പറ്റില്ല. കുട്ടിയെ നോക്കാൻ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കുമായിരുന്നു. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്, ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത് പല പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. തളരാതിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, എന്തായാലും ഓരോന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വരും. അതൊക്കെ അതിൻ്റേതായ സ്പിരിറ്റിലെടുക്കുക. പിന്നെ എന്താ, പ്രൊഫഷണൽ കോഴ്സ് ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചിരുന്ന എല്ലാവരും അസലായി പഠിക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന ഒരാളായിട്ട്. കുറേ കഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. എന്തായാലും ഏറ്റവും അവസാനം ഒരു ഫ്രൂട്ട്ഫുൾ ഇത് നമുക്ക് കിട്ടുമെന്ന് പറയണ പോലെ കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തു, ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തു. എന്നാലും അപ്പോഴും ഒക്കെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴും അതെ, നമുക്ക് ചില പരിമിതികളുണ്ട്. ഈ പരിമിതികളോടൊപ്പം നമ്മളങ്ങോട്ട് പോവാൻ എന്തോ എനിക്ക് തന്നെ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. ചില ട്രീറ്റ്മെൻറ്റൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇതിപ്പം എനിക്ക് അതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ്സ് ഭയങ്കര കോസ്റ്റ്ലിയാണ്, പോയ എല്ലാവർക്കും അറിയാം. എനിക്ക് ചിലപ്പോൾ ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തോന്നാറുണ്ടായിരുന്നു, അയ്യോ കുറച്ച് ട്രീറ്റ്മെൻറ്റിനൊക്കെ കുറച്ച് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ആ പേഷ്യൻ്റ് വേണ്ടായിരുന്നു, കുറച്ചും കൂടിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ആ പേഷ്യൻ്റ് വേറെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനമാണ് തീരുമാനിച്ചത്, സ്വന്തമായി നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഒരു ഡെൻ്റൽ ക്ലിനിക്ക് തുടങ്ങിയത്. വളരെ സന്തോഷമുണ്ട്. ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ ജീവിതത്തിൽ എന്ന് ഇപ്പം ചിലപ്പോൾ തോന്നുന്നുണ്ട് ആലോചിക്കുമ്പോൾ. പക്ഷെ വളരെ സന്തോഷമുണ്ട്. ഏറ്റവും അവസാനം ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഒട്ടും വെറുതെ ആയില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. സക്സസ്ഫുൾ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ നമ്മുടെ പ്രൊഫഷൻ എന്തായാലും സാറ്റിസ്ഫാക്ഷൻ എങ്കിലും ആവാമല്ലോ, അതെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് വിചാരിക്കുക. സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ലെങ്കിൽ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. സക്സസ്ഫുൾ ആവാൻ എല്ലാവരും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. എന്തായാലും നമ്മുടെ കൂടെ ഈശ്വരനുണ്ട്. എന്തായാലും നമ്മൾ ഒരു സ്വപ്നം കണ്ടാൽ, ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു വലിയച്ഛൻ കുറച്ച് ജ്യോതിഷമൊക്കെ നോക്കണ ആളാണ്. വലിയച്ഛനാ പറഞ്ഞത് അന്ന്, നീ ഒരു ഡോക്ടർ ആവുമെന്ന് പറഞ്ഞു. വന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതിപ്പോൾ എന്താ, അത് 7ാം ക്ലാസ്സിൽ പഠിക്കണ എൻ്റെ കസിൻസൊക്കെ എന്നൊക്കെ പറയാൻ ഭയങ്കര നന്നായി പഠിക്കുന്ന ആൾക്കാരാണ്. അതിൽ ഏറ്റവും കുറച്ചുള്ള ഞാൻ അന്ന് വിശ്വസിച്ചില്ല. വലിയച്ഛൻ ഈ പറഞ്ഞത് എന്തായാലും തെറ്റാണ് എന്നുള്ളൊരു രീതിയിൽ തന്നെ. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയാം കേട്ടോ. പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറേ പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ്. താങ്ക് യു. ആതിര പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പുറത്തിരുന്ന് പറയാണ്, പല കാര്യങ്ങളും കേൾക്കേണ്ടി വരുന്ന എന്ന് പറഞ്ഞാൽ പറയാണ്, ആൾക്കാർ പറയാം, നീ വല്ലവരുടെയും വായൊക്കെ അല്ലേ നോക്കുക. എന്നോട് ആദ്യം ചോദിച്ചതാണ്, വല്ലവരുടെയൊക്കെ വായയിൽ കൊണ്ടേ കൈ ഇടാൻ കുട്ടി അറപ്പില്ലേ നിനക്ക് എന്ന് ചോദിച്ചെൻ്റെ കുറേ പേര്. സത്യം, നമ്മൾ ഓരോരോ കാര്യങ്ങൾ, നമുക്ക് വലിയ സ്വപ്നങ്ങളാണ്, പക്ഷെ അതിൽ ആ ബലൂൺ പൊട്ടിക്കാൻ ഇങ്ങനെ ഒരു സൂചി മതി. ഇടയിൽ ഒന്ന് ഇടപെടട്ടെ. ഈ നാമിൻ 2024 നടത്തിയ സംഗീത മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം കിട്ടിയ വന്ദന ബി ശങ്കറിന് ഇപ്പോൾ ഉപഹാരം നൽകുകയാണ്. അവരെ കുമളിയിലാണ് വീട്. നാളെ ഒരു പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ആ കുട്ടിക്ക് സമ്മാനം നൽകുകയാണ്. സമ്മാന ദാനത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ സജീവ് ചന്ദ്രമന, പ്രശസ്ത സംഗീതജ്ഞനാണ്. അങ്ങേ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ഒപ്പം സ്വീകരിക്കുന്നതിനായി വന്ദന ബി ശങ്കറിനെയും ക്ഷണിക്കുന്നു. സീനിയർ വിഭാഗം സംഗീത മത്സരത്തിൽ
1ാം സ്ഥാനമാണ് വന്ദനയ്ക്ക് കിട്ടിയിട്ടുള്ളത്. വന്ദനയ്ക്ക് അഭിനന്ദനങ്ങൾ. ഒപ്പം സജീവ് ചന്ദ്രമേനയ്ക്ക് നന്ദി. ഡിബേറ്റ് തുടരും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീദേവി. ഇവിടെ ശ്രീസ് ഇൻറ്റീരിയർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ തൃശ്ശൂർ ഒരു സ്ഥാപനം നടത്തുകയാണ്. എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഞാൻ ഈ ഇൻറ്റീരിയർ ഡിസൈനിങ് ഇതിലേക്ക് കടന്നു വരണ സമയത്ത്, ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യണം എന്ന് പറയുമ്പോൾ എല്ലാവരും, ഞാൻ അതുവരെ ഇങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യമായി ഒന്നും ചെയ്യുമെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഒന്ന് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള ഒരു പ്രൊഫഷൻ, കുറച്ചും കൂടി സ്റ്റേബിളായിട്ടുള്ള ഒരു പ്രൊഫഷൻ ഉണ്ടായിട്ട് മതി, അങ്ങനെ ഒരു ഇതിലേക്കാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ അത് കഴിഞ്ഞൊരു ഫാർമസി കോഴ്സാണ് ചെയ്തത്. ഫാർമസി ഡിപ്ലോമ കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒരു പ്രൊഫഷനാക്കി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ ഞാൻ കേട്ട ഒരു ചോദ്യം, ഈ പറഞ്ഞ പോലെ ആദ്യം ഇന്ദിരേടത്തി പറഞ്ഞ പോലെ എനിക്കൊരു കുത്ത് കിട്ടിയത്, വല്ലവരുടെ വീട്ടിൽ മേശയും കസേര എവിടെയാണ് ഇടേണ്ടതെന്ന് നിന്നോട് ചോദിച്ചിട്ട് തീരുമാനിക്കുമോ, നീ ഈ പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ഒരു ഇത് വരിക, അങ്ങനെ കുറേ കാര്യങ്ങൾ. അന്നാണെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഇൻറ്റീരിയർ ഡിസൈനിങ് ഇവിടെ അത്ര കോമൺ ആയി വന്നിട്ടുമില്ല. ആ ഒരു സമയത്താണ് ഞാനിതിലേക്ക് വരണത്. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അതൊക്കെ എങ്ങനെയൊക്കെയോ തരണം ചെയ്യാൻ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യാൻ ധാരാളം രണ്ട് ഇതും ഉണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യാനും അതുപോലെ കുത്തി പറയാനും ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നമ്മളുടെ വഴി കൂടെ തന്നെ മുമ്പോട്ട് പോവുക, അതാണ് പ്രധാനമായിട്ട് ഇതിലൊരു ഇത് എനിക്ക് പറയാൻ തോന്നുന്നത്. അല്ല, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, വുമൻ ബോസ്, ഒരു സ്ത്രീ ബോസായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അച്ഛാ, ബാക്കിയുള്ളൊരു മെയിലാവില്ലേ? അത് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ വർക്കേഴ്സ് എല്ലാവരും മെയിലാവും പ്രധാനമായിട്ടും. അവരോട് തന്നെയാണ് എനിക്ക് എപ്പോഴും സംസാരിക്കേണ്ടി വരിക. നമ്മുടെ ശബ്ദം ഒരു പൊടിക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ശബ്ദം ഒരു താക്കീതുപോലെ അത് ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോവുക, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. അതങ്ങനെ കൂടെ കൊണ്ടുപോവുക. പക്ഷെ അതുകൊണ്ട് നമ്മൾ പിന്നാക്കം നിൽക്കാണ്ടിരിക്കുക എന്ന് വെച്ചാൽ, അത് നമ്മളെ അതുകൊണ്ട് നമ്മളിത് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു സൊല്യൂഷൻ. അത് ജസ്റ്റ് ഒരു കമൻറ്റ് പറയാണ് കേട്ടോ. അത് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായതാണ്. അപ്പോൾ ഞാനൊരു പ്രിൻസിപ്പൽ എഞ്ചിനീയർ ലെവലിൽ, പ്രിൻസിപ്പൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 10 to 15 ഇയേഴ്സ് എക്സ്പീരിയൻസിലെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ആളുടെ അടുത്ത് ഫസ്റ്റ് ലെവൽ ടെക്നിക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഞാനും HR-ഉം കൂടിയിട്ട് ഒരു സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പം he said, like, as far as you make me happy, I'll join. So I said, what is the reservation on making me happy? അപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ, ആൾ മെയിൻലി 2-3 കാര്യങ്ങളാണ്. ഒന്ന് സാലറി, ഒന്നത്. അപ്പം HR ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ I asked about CTC. I'll talk to you offline. എന്നാൽ എൻ്റെ കൂടെയുള്ളത് മെയിൽ HR ആണ്. He said, I'll talk to you offline. That means I don't understand CTC or salary related or financial related. I will not be able to understand. I'll talk to the other person offline. He's saying offline. Interview is happening face to face and he's saying I'll talk to you. So ഞാൻ പറയുന്നത്, ഫൈനാൻഷ്യൽ ഡിസിഷൻസ്, ഫൈനാൻഷ്യൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ദ വേ വി grew up, അതിലൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവാം.
പക്ഷേ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മെയിൽ ഫീമെയിൽ സ്റ്റിൽ ഇറ്റ് എക്സിസ്റ്റ്. അത് എല്ലാ മേഖലയിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമസ്കാരം, ഞാൻ ശ്രുതി കൃഷ്ണ, കിടങ്ങൂർ മലമേലാണ് ഇല്ലം. ഞാൻ ശരിക്കും +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതിനുശേഷം എന്ന് ആലോചിക്കുന്ന സമയത്ത് എൻ്റെ ഫാമിലി എല്ലാവരും ഒന്നിച്ച് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല നമുക്ക് എന്തെങ്കിലും ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ഇത് കഴിഞ്ഞാൽ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുന്ന സാധ്യതയുള്ള ഒരു കോഴ്സ് നോക്കിയെടുക്കാം, അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ BSc ഫുഡ് സയൻസ് ആണ് എടുത്തത്. ഫുഡ് സയൻസ് കഴിഞ്ഞു. എല്ലാവരും ആഗ്രഹിച്ച പോലെ എക്സാം കഴിഞ്ഞ് 4 ദിവസത്തിനകം എനിക്ക് അവിടുന്ന് കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്ഡായി. ഒരു സെസ്സിൽ, കൊച്ചിയിൽ സെസ്സിൽ ഒരു എക്സ്പോർട്ടിംഗ് ഫേമിൽ ജോയിൻ ചെയ്തു. ശരിക്കും അവിടെ നിന്നാണ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായതെന്ന് പറയാം. അവിടെ ഞാൻ അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ, അവിടുത്തെ മാനേജിങ് ഡയറക്ടർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് MBA എന്ന് പറയുന്ന ഒരു മോഹം കൊണ്ടുവന്ന് തന്നത്. ഞാൻ MSc പോകാനായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ ഞാൻ എടുത്ത ജോലിയുടെ പ്രത്യേകതകളും അവിടെ ഹാൻഡിൽ ചെയ്ത ആൾക്കാരും മീറ്റിങ്ങുകളും ഒക്കെയാണ് ശരിക്കും MBA എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ അവിടെ ഞാൻ ജോലി ചെയ്ത സമയത്ത് തന്നെ ഞാൻ ടൈമിൽ കോച്ചിങ്ങിന് പോയി. അങ്ങനെ MBA ജോയിൻ ചെയ്തു. ശരിക്കും MBA എന്ന് ഞാൻ കോച്ചിങ്ങിന് പോകാൻ തുടങ്ങിയപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയില്ല MBAക്ക് പോകാൻ പറ്റും. കാരണം അന്നത്തെ ഒരു സിറ്റുവേഷൻ പെൺകുട്ടികൾ MBAക്ക് പോകുന്നത് വളരെ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവായിരുന്നു. ഒരു പക്ഷേ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരല്ലാതെ നാട്ടിൽ നിന്ന് പോകുന്നവർ കുറവായിരുന്നു. അപ്പം എനിക്കന്ന് വീട്ടിൽ പറയാൻ കൂടെ ഒരു ധൈര്യമില്ല എനിക്ക് MBAക്ക് പോകണം എന്ന്. അപ്പം ഞാൻ എന്ത് വന്നാലും വീട്ടിൽ പ്രസൻറ്റ് ചെയ്തു, എനിക്ക് MBA പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും വളരെ സപ്പോർട്ടീവായിരുന്നു. നമുക്ക് നോക്കാം, നീ ഏതായാലും എൻട്രൻസ് എഴുതി നോക്കാൻ പറഞ്ഞു. എന്തോ ആ സമയത്ത് ഏതായാലും കിട്ടി. അങ്ങനെ MBAക്ക് ജോയിൻ ചെയ്തു. MBAക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ കല്യാണം. പക്ഷേ MBAക്ക് ഞാൻ ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം ബാക്കി എൻ്റെ ഫാമിലി, അച്ഛൻ അമ്മ ഒഴിച്ച് ബാക്കി റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നെല്ലാം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ജോലിയായി, ഡിഗ്രി കഴിഞ്ഞു, ജോലിയായി. നമ്മുടെ കൂട്ടത്തിൽ പിന്നെ അടുത്തൊരു നോർമലി ചോദിക്കുന്നൊരു ചോദ്യം എന്താ അടുത്തത്? കല്യാണം. ഇനിയിപ്പോൾ ആലോചിച്ചുകൂടെ? കല്യാണമൊക്കെ ആലോചിച്ചുകൂടെ? ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ കല്യാണം ആലോചിച്ചുകൂടെ? പക്ഷെ അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, അവൾക്ക് പഠിക്കണം എന്നാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. പഠിക്കാൻ ആഗ്രഹമുണ്ടോ, അവൾക്ക് എത്രയും പഠിക്കണോ, പഠിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ആ ഒരൊറ്റ ഇതിലാണ് മുമ്പോട്ട് പോയത്. എൻ്റെ എഡ്യൂക്കേഷൻ ഞാൻ അല്ലെങ്കിൽ ഒരു PG എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് പോകാൻ പറ്റിയത് എൻ്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടോടു കൂടി മാത്രമാണ്. അത് കഴിഞ്ഞ് PG ചെയ്യുന്ന സമയത്താണ് മാരേജ് ഉണ്ടാവുന്നതും അതിനുശേഷം PG കംപ്ലീറ്റ് ചെയ്യുന്നതും. പിന്നീട് ഞങ്ങൾ ചെന്നൈയിൽ ഞാനൊരു HR റിലേറ്റഡാണ് ഞാൻ ജോലി ചെയ്തത്. അതിനുശേഷം ഫാമിലി സിറ്റുവേഷൻസ് മാറി വന്നു. ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു, നാട്ടിൽ സെറ്റിൽ ആവേണ്ടി വന്നു. നാട്ടിൽ ജോലി കളഞ്ഞ് വന്ന സമയത്ത് മോനുണ്ടായി. ഇനി എന്ത്, ശരിയൊരു ബ്രേക്ക് വന്നു ഇടയ്ക്ക്. ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് തന്നെ ചെയ്തുകൂടാ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടാ എന്ന് ആദ്യം എന്നോട് ചോദിച്ചത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. നിനക്ക് തന്നെ ചെയ്തുകൂടെ, ഏതായാലും അവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എനിക്കൊന്നത്ര ധൈര്യം പോരാ, ഞാൻ തന്നെ എന്നൊരു കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. തന്നെയല്ല, നമ്മുടെ നാട്ടിലന്ന് ഒരു HR കൺസൾട്ടൻസിയുടെ സ്കോപ്പ് നാട്ടിൽ ആർക്കും അന്ന് തന്നെ അറിയില്ലെന്ന്, എന്തുമാത്രം ഉണ്ട്, എന്താണ് HR കൺസൾട്ടൻസി, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോലും അന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സമയത്താണ് ഞങ്ങളവിടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാലൻറ്റസ് HR സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിൽ ടാലൻറ്റസ് 10 വർഷങ്ങൾക്ക് മുമ്പ് ടാലൻറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞങ്ങൾ ശരിക്കും ജോലി അവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നാട്ടുകാരിൽ പലരും കയറി വന്നിട്ട്, ഇത് കമ്പ്യൂട്ടർ സെൻ്റർ ആണോ, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവിടെ കയറി വന്ന ആൾക്കാരുണ്ട്. ഇവിടെ എന്താ നടക്കണമെന്ന് അറിയില്ല അവർക്ക്. പക്ഷെ ഞങ്ങളുടെ ഒരു മേഖല അവിടുന്ന് അതിനുശേഷം ട്രെയിനിങ്ങിലേക്കും കൺസൾട്ടിങ്ങിലേക്കും ഒക്കെ വളരുവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം നിതിൻ ജോലി ഉപേക്ഷിച്ച് അതിലേക്ക് ജോയിൻ ചെയ്തു. കൂടുതൽ മുമ്പോട്ട് വളരാനായിട്ട് സാധിച്ചു. അതോടൊപ്പം അതിൻ്റെ ടാലൻറ്റസ് സ്റ്റാർട്ട് ചെയ്ത് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രുതീസ് കളക്ഷൻസ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനായിരുന്നു. കുഞ്ഞിലെ തൊട്ടുള്ളൊരു എന്താ പറയുക, വരയ്ക്കാനും അല്ലെങ്കിൽ ആ ഒരു മേഖലയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു.
അന്ന് പക്ഷെ അത് പറയാനുള്ള വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. ഇനി പറഞ്ഞ പോലെ ഇപ്പോൾ പഠിക്കുക അല്ലെങ്കിൽ അതാണ് അന്നൊക്കെ എല്ലാം, അത് കഴിഞ്ഞിട്ട് മതി, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പിന്നീട് പ്രാധാന്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ അന്ന് ആ ഒരു ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനും, പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, ഫാമിലി, ഹസ്ബൻഡും ഈവൻ കുട്ടികളാണെങ്കിൽ പോലും അച്ഛനും എല്ലാവരും ഒന്നിച്ച് കൂടെ നിന്നു. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷങ്ങൾ കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചൊരു മോഹമാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം ഫാഷൻ ഡിസൈനിങ് ഒരു സ്റ്റുഡൻറ്റും കൂടെയാണ്, തീരാറായിട്ടുണ്ട്. അപ്പം അതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം പഠിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി, നമ്മളുടെ സ്വപ്നത്തിൻ്റെ പുറകെ പോകുന്നതിന് പ്രായം ഒരിക്കലും ഒരു ബാരിയർ അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനുശ്രീ. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ അത്താണി എയർപോർട്ട് റോഡിൻ്റെ അടുത്ത് ഒരു ഡിസൈനർ വെയർ സ്റ്റോർ നടത്തുകയാണ്. എന്താ പറയുക, ദ ഫ്ലോറസ് ഹോട്ട് കൗച്ചർ എന്നാണ് പേര്. നമ്മൾ എന്താ പറയുക, ബ്രൈഡൽ വെയേഴ്സ്, പാർട്ടി വെയേഴ്സ് അങ്ങനെയുള്ളതാണ് നോർമലി ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതൽ മാർക്കറ്റിംഗ് നടത്തുന്നത്. സോ എന്താ പറയുക, കുഴപ്പമില്ലാണ്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. എൻ്റെ ഇതിലേക്കുള്ളൊരു ജേണി എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം കണ്ണൂരാണ്. എന്നുവെച്ചാൽ അമ്മയും ചിറ്റമാരും, എനിക്കൊരു ഏട്ടനും കൂടിയുണ്ട്. ഏട്ടൻ പൂനെയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അമ്മയും ചിറ്റമാരും കൂടിയാണ് എന്നെ പഠിപ്പിച്ചതും എല്ലാം. എന്നുവെച്ചാൽ അങ്ങനെ ഭയങ്കര നല്ലൊരു കുട്ടിക്കാലം എന്നൊന്നും പറയാനില്ല. ഒരുപാട് ചെറുപ്പം തൊട്ടേ കുറേ എന്തൊക്കെയോ പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ഞാൻ PG കഴിഞ്ഞു. PG MCOM ആയിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ഞാൻ ഇൻഫോ പാർക്കിൽ ഒരു 3 വർഷം അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രസ്സിൽ എന്തെങ്കിലും ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. ഞാൻ സ്വന്തമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യും. അപ്പം ഞാൻ ജോലി ഒന്നിച്ചുള്ളവർക്കും ഞാൻ ഇതുപോലെ പലതും ചെയ്തു കൊടുക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റായാലും അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുമ്പോഴായാലും നമുക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തുടങ്ങണം അല്ലെങ്കിൽ ചെയ്യണം, ഇതൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം നമുക്കറിയില്ല എന്താ ചെയ്യണ്ടേ, അതിലുള്ള വഴി എന്താ, അതൊന്നും അറിയില്ല. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കാൻ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം വരുന്നത്. അപ്പം ഞാൻ അത് കൊച്ചിയിലുള്ള ഒരു വലിയൊരു ബുട്ടിക്കായിരുന്നു. സോ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഹോണസ്റ്റായിട്ട് പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ ഈ ഫീൽഡിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നു. എന്നോട് പറഞ്ഞു ഒരു 1 month ട്രെയിനിങ് എടുക്കൂ, കുറച്ച് കാര്യങ്ങൾ പഠിക്കൂ, അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ മൺഡേ ടു ഫ്രൈഡേ ഞാൻ ജോലിക്ക് പോവും, സാറ്റർഡേ സൺഡേ ഇതുപോലെ ട്രെയിനിങ്ങിന് പോവും. അപ്പോൾ എനിക്ക് കുറച്ച് ടാസ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ സ്കെച്ചസ് വരയ്ക്കുക, അങ്ങനെയുള്ളതൊക്കെ. എന്ന് വെച്ചാൽ സ്കെച്ച് അതൊന്നും ഒട്ടും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എന്തൊക്കെയോ വരച്ചുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഒരു ടാസ്ക് തന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, എൻ്റെ മോനപ്പോൾ ഒരു 3 വയസ്സായിരുന്നു. അപ്പം ഞാൻ അവനെ ഒരു രാത്രി 10 മണിക്ക് ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്യാറ്. അത് കഴിഞ്ഞ് ഞാനൊരു 1 മണിയാവും ഇതൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ 1 month ഈ പ്രോസസ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. എൻഡ് ഓഫ് ദി ഡേ എനിക്കൊരു വലിയ മെസ്സേജ് വന്നു സാറിൻ്റെ അടുത്ത്. ഒരു അപ്രീസിയേഷൻ മെസ്സേജ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല, ഇങ്ങനെ ഒരു ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല എന്ന് പറഞ്ഞ്. സോ എന്നെ ഇവിടെ സെലക്ട് ചെയ്തു. 3 ഫാഷൻ ഡിസൈനേഴ്സ് ആയിരുന്നു. അതിൽ ഒരാളായിട്ട് എന്നെ സെലക്ട് ചെയ്തു. പിന്നെ അവിടെ ആ ഒരു ജേണി ആയിരുന്നു. ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു. ഞാൻ ഇൻഫോ പാർക്കിൽ നിന്ന് റിസൈൻ ചെയ്തു, അവിടെ ജോയിൻ ചെയ്തു. അവിടെ ഡിസൈനറായിട്ടൊരു 3 years വർക്ക് ചെയ്തു.
അപ്പോഴും കുറേ പേര് ചോദിക്കും ഈ പറഞ്ഞതുപോലെ, അതായത് ഇത്ര നല്ലൊരു പ്രൊഫഷൻ വിട്ട് ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ, അതിലെന്താണെന്നൊരു ഗുണം കിട്ടുന്ന എന്താന്ന്. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പാഷൻ ചെയ്യുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു എലിമെന്റ് മാത്രമാണ് എന്നെ അതിലേക്ക് കൊണ്ടുപോയത്. സോ ഞാൻ അവിടെ കുറച്ചുകൂടെ ഹെവി ബ്രൈഡൽ ലക്ഷൂറിയസ് ആയിരുന്നു കുറച്ചുകൂടെ. സോ ഒരു 500+ ഹാപ്പി കസ്റ്റമേഴ്സ്, ഹാപ്പി ബ്രൈഡ്സിനെ അവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ അത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ സ്വന്തമായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. സോ ഞാനും ഹസ്ബൻഡും കൂടി ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തു, ഒരുപാട് ഡിസ്കസ് ചെയ്തു. അവസാനം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 1.5 വർഷമായി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 2 വർക്കേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ 7 വർക്കേഴ്സ് ഉണ്ട്. നമുക്ക് ഒരു 2 ഡിസൈനേഴ്സ് ഉണ്ട്. അതുപോലെ ഫ്ലവേഴ്സ് TV-യിൽ, അമൃത TV-യിൽ എല്ലാം കോസ്റ്റ്യൂം കർട്ടസി കൊടുത്തിട്ടുണ്ട്. കുറേ സെലിബ്രിറ്റീസിനെ നമ്മുടെ പേജിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ 2 ഫാഷൻ വീക്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇന്ത്യൻ ഫാഷൻ വീക്ക് ചെന്നൈ, അതുപോലെ തന്നെ ബാംഗ്ലൂർ ഫാഷൻ വീക്ക്, 2 ഫാഷൻ വീക്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. സോ ഇന്നിവിടെ എത്തിയിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര നെർവസാണ്, എനിക്കിങ്ങനെ സംസാരിച്ചില്ല, ശീലമില്ല. സോ ഭയങ്കര ഹാപ്പി, ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മൾ എങ്ങനെ ജനിച്ചു എങ്ങനെ വളർന്നു എന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ തന്നെ പോവുക, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിക്കുക. നമുക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടാണ്ടിരിക്കില്ല. പിന്നെ കുറേ ബാരിയേഴ്സ് ഉണ്ടാവും, അതായത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും, സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ബാക്കിൽ വരും, എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ചുറ്റും നമുക്ക് നിറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങണം, നമ്മൾ തന്നെ ഇറങ്ങണം, വേറെ ആരും നമ്മളെ പുഷ് ചെയ്ത് ഇറക്കില്ല. സോ എന്താ പറയുക, പിന്നെ എന്തൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുക, അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് മാത്രം ചെയ്യുക. ഒരു ആവേശത്തിന് ഇറങ്ങുന്നതാവരുതൊരിക്കലും ബിസിനസ്. സോ സന്തോഷം, ഇവിടെ ഇരിക്കാൻ പറ്റിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ രേഷ്മ നക്കുൽ. എന്നെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ആത്തേമാസ് വേൾഡ് എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഒരു യൂട്യൂബർ എന്ന് ആവുന്നതിന് മുന്നത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ഏറ്റവും വലുതായി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ആവാൻ ആഗ്രഹമുള്ള കാര്യമായിരുന്നു ഒരു സിനിമാ നടി ആവുക, അല്ലെങ്കിൽ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും, അച്ഛൻ ഫെഡറൽ ബാങ്കിലാണ്, മുരളി കാടമ്പറ്റ അവിടെ ഇരിക്കുന്നുണ്ട്, അമ്മ രമ മുരളി ഇവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ ഫെഡറൽ ബാങ്കിൽ, അമ്മ ടീച്ചറായിരുന്നു. ഇവർ ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ വരും ഈ ഡയറക്ടർമാരെ കാണാനും, അല്ലെങ്കിൽ എന്താ പറയുക സിനിമ ലൊക്കേഷനിൽ പോയിട്ട് ചാൻസ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പക്ഷെ അത് എന്തോ എന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഞാൻ പറ്റാത്തതുകൊണ്ടോ എന്തോ അത് നടന്നില്ല കേട്ടോ, അതൊരു സക്സസ് ആയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് അങ്ങനെ വിട്ടു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ് ഒരു ലോക്കൽ ചാനലിൽ ഒരു കോള് വരികയാണ്, ഒരു ആങ്കർ ലൈവ് ചെയ്യാൻ ഒരു ആങ്കറിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോള് വരികയാണ്. അങ്ങനെ അവിടെ പോയി ഫസ്റ്റ് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു ലൈവ് പരിപാടിയാണ്. അങ്ങനെ ഒരു ഫോൺ കോൾ, അങ്ങനെ ഒരു പരിപാടി ചെയ്തു. അവിടെ നിന്ന് ഞാൻ DD4 എന്ന് പറഞ്ഞ നമ്മുടെ മലയാളം DD4-ന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ചെയ്തു. അതങ്ങനെ നിൽക്കുമ്പോൾ എന്താ പറയുക, പിന്നെ എന്തോ പഠിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്, വലിയ മാർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് അമ്മ ചോദിച്ചു അച്ഛനും ചോദിച്ചു, അമ്മ ചോദിച്ചു എന്താണ് ആവേണ്ടത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും മതി, അങ്ങനെ താല്പര്യമൊന്നുമില്ല, എന്താവണം എന്ന് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്ക് ആവിയേഷൻ പോകണം, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഈ 2 എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഞാൻ പഠിക്കണ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു നമ്പൂതിരി പെൺകുട്ടിയും ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്ത് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ കേട്ടിടത്തോളം അങ്ങനെ ആ സമയത്ത് പെൺകുട്ടികളുണ്ടായിരുന്നു, പക്ഷെ ഒരു നമ്പൂതിരി ഇല്ലത്തുനിന്ന് ഒരു പെൺകുട്ടി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച കാര്യം എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടൽ, ലീല പാലസ്, ട്രൈഡൻറ്റ്, കെസിനോ, അങ്ങനെ ഒരുപാട് വലിയ വലിയ ഹോട്ടലിൽ വർക്ക് ചെയ്തു. അതിനോടുകൂടെ വേളി കഴിഞ്ഞു. പിന്നെയും കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായി. പിന്നെ ഞാൻ അങ്ങനെ ജോലിയൊക്കെ നിർത്തി വെറുതെ വീട്ടിലിരിപ്പായി കേട്ടോ. പക്ഷെ ജോലി ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ജോലിക്ക് പോവുക, തിരിച്ചു വരിക, ആ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കുട്ടി ആയതിനു ശേഷം പിന്നെ ഞാൻ അത് നിർത്തി.
പിന്നെ ഈ കൊറോണ വന്നപ്പോഴാണ് ഈ യൂട്യൂബ് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് നകുല് പറഞ്ഞു, ഇങ്ങനെ വെറുതെ നീ ഉണ്ടാക്കി നിന്റെ സമയം കളയണ നേരം ഇത് വീഡിയോ എടുത്തിട്ട് ആ യൂട്യൂബിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 10 പൈസ കിട്ടില്ലേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണിത് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, എങ്ങനെയാണിത് യൂട്യൂബിലിടുക, ഒന്നും അറിയില്ലായിരുന്നു. അപ്പം നകുല് പറഞ്ഞു, നീ യൂട്യൂബിൽ നോക്ക്, എന്താ ചെയ്യേണ്ടതെന്ന് എഡിറ്റിങ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ പഠിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ സാധാ മൊബൈൽ കേട്ടോ, അല്ലാണ്ട് ഐഫോണോ അങ്ങനെ വലിയ ക്യാമറയോ ഒന്നും എൻ്റെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാ തുക്കട ഫോണിൽ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ യൂട്യൂബ് നോക്കി ഞാൻ തന്നെ പഠിച്ച് എഡിറ്റിങ് പഠിച്ച് എങ്ങനെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ നോക്കി പഠിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാവരും ഓരോ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചത്, ഡോക്ടറാണ്, എൻജിനീയറാണ്, ഫാഷൻ ഡിസൈനറാണ്. സത്യം പറഞ്ഞാൽ യൂട്യൂബർ ആവാൻ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. നമ്മുടെ കൈയും നമ്മുടെ സൗണ്ടും മാത്രം മതി നമുക്ക് 10 വരുമാനം കയ്യിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ആർക്കും യൂട്യൂബർ ആവാൻ ഒരു കുഴപ്പമില്ല. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പോക്കറ്റ് മണി അല്ലെങ്കിൽ നമ്മുടെ ചില്ലറ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കാശും കിട്ടും ഉള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ എഡിറ്റിംഗ് പഠിച്ചു. ഞാൻ എൻ്റെ വീഡിയോസ് ഇപ്പോൾ മീൻസ് ഞാൻ പലതരത്തിലും വീഡിയോസ് ഇടും. ആദ്യമൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു വെറുതെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ വീഡിയോ ആണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കും, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും, എല്ലാം ഞാൻ തന്നെയാണ്. അത് ഈ ബാലചന്ദ്രമേനോനൊക്കെ ഇല്ലേ എഡിറ്റിംഗ് ഡയറക്ടർ എല്ലാം അയാൾ തന്നെയല്ല, അതേപോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊറോണ സമയമായി, പിന്നെ ഫ്ലാറ്റിലെടുത്ത് മടുത്തോണ്ട് ഇല്ലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്നെ കൊടുത്തിരിക്കുന്നത് അരിത്തോട്ടം, അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അരിത്തോട്ടത്ത് പോയപ്പോൾ ഒരു ഐഡിയ വരികയാണ്, എന്തുകൊണ്ട് നമുക്ക് നമ്പൂതിരി ആചാരങ്ങൾ ഇട്ടുകൂടാ, അങ്ങനൊരു ഇത് വന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ ചെയ്യാലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേദിക്കാൻ ഒന്നും അറിയില്ല. ഞാൻ ആകെ നേദിച്ചിരിക്കുന്നത് നമ്മൾ ആയിനൂണിൻ്റെ സമയത്ത് രാവിലെ ഒരു നേദിക്കലുണ്ടല്ലോ, അതന്നെ അച്ഛൻ്റെ മുത്തശ്ശിയമ്മയാണ് എനിക്ക് പറഞ്ഞതെന്ന്. എന്നിട്ടാണ് ഞാൻ ചെയ്തിരിക്കണത് കേട്ടോ, അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല. എന്നിട്ട് ഞാനത് അവിടെ എന്താ പറയുക, അരിത്തോട്ടത്തെ രാധച്ചെറിയമ്മയാണ് എനിക്കിതൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തു, എഡിറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കണം, മനസ്സിലാക്കേണ്ട കാര്യം എന്താവും, ABCD അറിയാത്തൊരു കുട്ടിയാണ് കേട്ടോ ഈ നേദിക്കാനിരിക്കണത്. ഉണ്ടാവും എന്നല്ല, ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ രാധച്ചെറിയമ്മ പറഞ്ഞു ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയും, കൈ ഇങ്ങനെ പിടിക്കൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഓക്കെ എന്നൊരു ഇത് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോന് കിട്ടിയ ഒരു നെഗറ്റീവ് കമൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത്രയ്ക്കും നെഗറ്റീവ് കമൻറ്റ്സ് വന്ന ഒരു വീഡിയോ ആണ്. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോഴും ആ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അതവിടെ കിടക്കുന്നുണ്ട്. യൂട്യൂബിൽ കയറിയിട്ട് ആത്തേമാസ് വേൾഡ് എന്ന നേദിക്കൽ എന്നുള്ള വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ, ഇപ്പോഴും അതവിടെ കിടക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും ചീത്ത വിളിച്ചിട്ട്, രാധച്ചെറിയമ്മേനെ ചീത്ത വിളിച്ച്, എന്നെ ചീത്ത വിളിച്ച്, എൻ്റെ ഫാമിലീനെ ചീത്ത വിളിച്ചിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കിപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ നകുലിനോ ആർക്ക് വേണമെങ്കിലും പറയാം, എന്തിനാ വെറുതെ ഈ പണിക്ക് നിൽക്കണേ, ഞങ്ങളെയും കൂടി ചീത്ത കേൾപ്പിക്കാൻ വേണ്ടി നിനക്ക് നിർത്തിക്കൂടെ എന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കായിരുന്നു. അവർ ഇതുവരെ അങ്ങനെ ഒരു എന്നോട് ചോദിച്ചിട്ട് പോലുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി, ഭയങ്കര വ്യൂ. അതുവരെ എനിക്ക് വെറും 60 വ്യൂ അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബർ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ നേദിക്കണ വീഡിയോ അങ്ങോട്ട് ഇട്ടപ്പോൾ അങ്ങോട്ട് കയറി 2000 വ്യൂ, 4000 വ്യൂ മിനിറ്റുകൾക്കുള്ളിലാണ്. അതിനിപ്പോൾ എത്ര, എനിക്ക് നല്ല ലക്ഷക്കണക്കിന് വ്യൂ ഉള്ളൊരു ഇതാണ് വീഡിയോ ആണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് എനിക്കിന്ന് എല്ലാം അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരം. അപ്പോൾ ഞാൻ ഈശ്വരൻ എനിക്ക് ആരാ പറഞ്ഞുതരാം, രാധച്ചെറിയമ്മയ്ക്ക് കുറച്ച് മറവിയുടെ അസുഖമൊക്കെ ഉണ്ട്, അപ്പോൾ രാധച്ചെറിയമ്മേനെ മൊത്തമായിട്ട് പിടിക്കാനും പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, രേഷ്മ നീ പാലക്കോൾ പ്രവീണേട്ടനെ വിളിക്കുക, പ്രവീണേട്ടൻ നിനക്ക് എല്ലാം പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നു ആള്. അപ്പോൾ പാലക്കോൺ പ്രവീണേട്ടൻ്റെ ഞാൻ ഫോണൊക്കെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ആളെ വിളിച്ചു. എനിക്ക് എന്താ പറയുക, ഇതുവരെ കിട്ടാത്ത സപ്പോർട്ടാണ് എനിക്ക് പ്രവീണേട്ടൻ്റെ നിന്ന് കിട്ടിയത്. പ്രവീണേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, രേഷ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം പ്രവീണേട്ടൻ 2 ബുക്ക് അയച്ചു തന്നു എൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് വേളിയുടെ ക്രിയകളെക്കുറിച്ചും ആ ക്രിയയുടെ അർത്ഥം എന്താണെന്നും അതൊക്കെ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം വീഡിയോ ചെയ്താൽ മതി. അതല്ല ഇത്തിരി പ്രശ്നമുള്ളൊരു ഏരിയയാണ്, തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് കൈ പൊള്ളണ ഏരിയയാണ്, നോക്കിയിട്ടും കണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ എനിക്ക് ബുക്ക് അയച്ചു തന്നു. ഞാൻ ബുക്കിരുന്ന് പഠിച്ചു. SSLCക്ക് പോലും ഞാനിങ്ങനെ പഠിച്ചിട്ടില്ല. രാവിലെ മന്ത്രം, അതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ, അങ്ങനെ ഇരുന്ന് പഠിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വേളി സമയത്ത്
ഓക്കെ നകുലിൻ്റെ ചെവിയിൽ ഇങ്ങനെ ഗുണു 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 പറയുന്നുണ്ട് എന്നല്ലാണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്കോ നകുലിനോ അറിയില്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഞാൻ ഈ ബുക്കും വായിച്ചപ്പോഴാണ് ഈശ്വര ഇതൊക്കെയായിരുന്നോ അതിൻ്റെ അർത്ഥം എന്നെനിക്ക് മനസ്സിലായത്. അന്ന് എൻ്റെ അടുത്ത് പ്രവീണേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അർത്ഥങ്ങൾ പഠിച്ചിട്ട് ആണ് നമ്മൾ ഈ ഉപനയനല്ല വേളിയുടെ ക്രിയകൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്പൂതിരിമാരുടെ ഇടയിൽ ഒരു ഡൈവേഴ്സ് ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കും അർത്ഥമുള്ള എന്താ പറയുക, ഈ കല്ല് ചവിട്ടിക്കുന്നതിൻ്റെ അർത്ഥം, അതുമാതിരി അച്ഛൻ്റെ കുറേ ക്രിയകളുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ അർത്ഥമൊക്കെ ആ ബുക്കിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് വളരെ വിശദമായിട്ട് തന്നെ ആ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ആ വേളി വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കല്യാണം കഴിക്കാൻ, ഇനി വേളി കഴിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളിത് മാക്സിമം അയച്ചു കൊടുത്തോളൂ. അവരിതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേളി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതേ വരുള്ളൂ അവർക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്, എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒരുപാട് വീഡിയോ 300 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആചാരങ്ങളുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടുത്തത് ചെയ്തതാണ് അടുപ്പ് ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തിട്ടില്ല. ഈ എന്താണ് അടുപ്പ് ഗണപതി എന്ന് തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയ്ക്കും അറിയില്ല, ആർക്കും അറിയുന്ന എനിക്ക് തോന്നണില്ല, എനിക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. എന്നിട്ട് ഞാൻ ഈ അടുപ്പ് ഗണപതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ ചെയ്യിപ്പിച്ചു, ചെയ്തു, ഒക്കെ ചെയ്തു കേട്ടോ. ഇപ്പം ഞാൻ പഠിച്ചു, അന്ന് എനിക്കൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് പെൺകിടാങ്ങളെ ഉടുപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള പെൺകിടാങ്ങൾ ആരും ഈ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ആരൊക്കെ ഇങ്ങനെ കാണിക്കട്ടെ ഇല്ല. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അറിഞ്ഞിരിക്കണം. നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ ഇപ്പം ആരും ഇല്ല, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ വീഡിയോ ആക്കി ഇട്ടപ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്ന്, സ്വിറ്റ്സർലാൻഡിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, ഇവിടുന്നൊക്കെ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഈ ഉടുപ്പിക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ കുട്ടീനെ ഉടുപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. കാരണം എൻ്റെ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ആചാരങ്ങളുടെയും അങ്ങനെ ഇട്ടു. ഇപ്പം എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപനയനായാലും അല്ലെങ്കിൽ പിന്നെന്താ ആയിന്യൂണ്, ഇതിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെയിലുള്ള നല്ല നല്ല, അതായത് കുറച്ചും കൂടി കുഞ്ഞു കുഞ്ഞു ചടങ്ങുകളല്ല, കുറച്ച് വലിയ വലിയ ചടങ്ങുകളൊക്കെ ഞാൻ വിശദമായിട്ടുള്ള മന്ത്രങ്ങൾ പഠിച്ച്, അതിൽ ചില മന്ത്രങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ, ചില മന്ത്രങ്ങൾ പെൺകുട്ടികൾ പറയാൻ പാടില്ല അത്രേ. അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ പ്രവീണേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മന്ത്രം രേഷ്മ പറയരുത്, അത് ആണുങ്ങൾ മാത്രം പറയാൻ പാടുള്ളൂ, പെൺകുട്ടികൾ അത് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് എന്നുള്ള ഈ ഒരു സംഭവം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു കോഴ്സ് പഠിക്കുകയെ അല്ലെങ്കിൽ ഒന്നും വേണ്ട. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് മുത്തശ്ശിമാർക്ക് വരെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പാചകമായാലും കൈ മാത്രം കാണിച്ചാൽ മതി. എൻ്റെ അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല, ഫോട്ടോ എടുക്കാൻ ഇഷ്ടമല്ല. അമ്മ എന്താ ചെയ്യാന്നറിയാം, അമ്മ അസലായിട്ട് കുക്ക് ചെയ്യും. മറ്റേ ഉലുവായ മാങ്ങ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇന്നലെ ബാബു നമ്പൂതിരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, രേഷ്മയുടെ ഉലുവായ മാങ്ങയുടെ വീഡിയോ ഞാൻ കണ്ടു, വരുമ്പോൾ 2 കുപ്പി കൊണ്ടുവരുമെന്ന്. നോക്കുമ്പോൾ ഇല്ലത്തെ 1 കുപ്പി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 1 കുപ്പി, 1 കടുമാങ്ങ, അമ്മ ഉണ്ടാക്കിയ ഒരു ഉലുവായ മാങ്ങയും കടുമാങ്ങയും ഞാൻ ബാബു നമ്പൂതിരിക്ക് കൊടുത്തു. അപ്പം അമ്മ കൈ മാത്രമേ കാണിക്കാൻ സമ്മതിക്കുള്ളൂ, മുഖം കാണിക്കാൻ സമ്മതിക്കില്ല. അപ്പം അതാ ഞാൻ പറഞ്ഞത്, സൗണ്ടും കൈയും ഉണ്ടെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് കിട്ടിയ വരുമാനം കൊണ്ട് ഫസ്റ്റ് വാങ്ങിയത് ഞാൻ ഐഫോണാണ്. ഒരു ഐഫോൺ വാങ്ങിക്കാനുള്ള കാശ് യൂട്യൂബ് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോക്കറ്റ് മണിക്ക് എത്ര കാശ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് യൂട്യൂബ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനും, അല്ലെങ്കിൽ കഴിവ്, എന്ത് കഴിവാച്ചായിക്കോട്ടെ, ഒരു കഴിവില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവില്ലേ. അപ്പോൾ ആ കഴിവ് നിങ്ങൾ യൂട്യൂബ് വഴി കാണിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുക, അതായിരിക്കും നല്ലത്. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ സംശയങ്ങളും മാറ്റിത്തരാം. ഇപ്പോൾ മോണിറ്റൈസേഷൻ്റെ കാര്യം എന്തായാലും ഞാൻ സംശയങ്ങളെല്ലാം തീർത്തു തരാം. ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുക, ആ വഴിക്ക് പോകാൻ ഇഷ്ടമുള്ളവർ പോവാം. നന്ദി. ഇവിടെ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മളെ മനസ്സിൽ വരിക.
നമുക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പേപ്പർ ബാഗ്സ് ഉണ്ടാക്കിയാലും നമുക്ക് വരുമാനം കിട്ടും. അപ്പോൾ അത് തുടങ്ങിയാലും നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. വീട്ടിൽ നമ്മുടെ കുട്ടികളുടെ ബുക്ക് ഉണ്ട്, അതിൻ്റെ കവർ എടുത്തിട്ട് പ്ലസ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെറിയ ചെറിയ ബാഗ് ഉണ്ടാക്കി നമ്മൾ കടകളിൽ കൊടുത്താൽ അവർക്കും പ്ലാസ്റ്റിക് യൂസ് ചെയ്യേണ്ട ഇതായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല അവസരങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റണത് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സാണ് നമ്മളെ ആദ്യം തടുക്കണത്. ഇത് ചെയ്താൽ ആൾക്കാരെന്താ പറയുക, ഈ ഒരു തോട്ടാണ് നമുക്ക് ആദ്യം വരണത്. ആൾക്കാരെന്താ പറയുക എന്നാണ്. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് പഠിച്ചൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മളെല്ലാവരും വായിച്ച കഥയാണത്. ഒരു അച്ഛനും മോനും കൂടി ഒരു കഴുതയും കൊണ്ട് പോവുകയാണ് മാർക്കറ്റിലേക്ക്. അപ്പോൾ 3 പേരും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഇടയിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു, എന്തും മണ്ടന്മാരെ ഇവർ, ഒരു കഴുത ഉണ്ടായിട്ട് ഇവർ നടന്നു പോകണം. അപ്പോൾ പിന്നെ അച്ഛൻ പറയും മകനോട്, നീ കഴുതപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയും, ഷോ എങ്ങനത്തെ മകനാണ്, ആ പാവം മനുഷ്യനെ ഇട്ട് നടത്തിക്കല്ലേ, ആ അച്ഛനെ ഇരുത്തിയിട്ട് അവനൊന്നും നടക്കരുതെന്ന്. അപ്പം മകൻ ഇറങ്ങി അച്ഛനിരുന്നു. അപ്പോൾ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ പറഞ്ഞു, പാവം ആ പയ്യൻ നടക്കണുണ്ടല്ലോ, ഈ അച്ഛനൊരു മനുഷ്യത്വം ഉണ്ടോ. അച്ഛനെ 2 ആളും കൂടി കഴുതപ്പുറത്ത് കയറി. അപ്പോഴും മനുഷ്യന്മാർ പറഞ്ഞു, ഇത്രയും ഹാർട്ട്ലെസ് ആൾക്കാരുണ്ടോ, ഇവർക്ക് ആ കഴുതേ കണ്ടില്ലേ. അപ്പം മനുഷ്യരങ്ങനെയാണ്. നമ്മൾ ഈ മനുഷ്യന്മാർ ആൾക്കാരെന്ത് പറയും എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഇന്ന് നമ്മളൊരു ടോപ്പിക്കാണ്, നാളെ വേറൊരാളാവും ടോപ്പിക്ക്. അപ്പം എനിക്ക് ഇഷ്ടമാണ്. അതും മനുഷ്യർക്ക് ദ്രോഹിക്കാൻ പാടില്ല. അത് വേറൊരാളെ ദ്രോഹിക്കണ ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യണം എന്നല്ല പറയണേ. പക്ഷെ നമുക്ക് വരുമാനം വേണമെന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്തും തുടങ്ങാം. സ്പെഷ്യലി ഞാൻ പറയണത് എന്താ വെച്ചാൽ ഒരു 35 to 40 നമ്മൾ സ്ത്രീകളെത്തിയാൽ പറ്റണത് എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ ഏകദേശം ഇൻഡിപെൻഡൻ്റായി. അവർക്കിപ്പോൾ നമ്മളെ അത്രയ്ക്ക് ആവശ്യമില്ല. പിന്നെ ഹസ്ബൻഡും അപ്പോഴേക്കും നമ്മൾ കുട്ടികളെ നോക്കുക, കാരണം ഹസ്ബൻഡ് ഓൾറെഡി കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കും അപ്പോൾ നമ്മൾ ഒറ്റപ്പെടാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഡിപ്രഷനും അങ്ങനെയൊക്കെ വരണത്. എന്നെ കൊണ്ട് വെച്ചാൽ പല സമയത്തും നമ്മൾ സ്ത്രീകൾ വെച്ചാൽ ഞാൻ കോളേജിൽ പഠിപ്പിക്കുക കാരണം പല പേരൻസും വന്ന് പറയാറുണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല. ഇടയിൽ കുറച്ച് കാലം ഞാൻ കൗൺസിലിങ്ങും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുള്ളത് 40 വയസ്സാവുമ്പോൾ നമുക്ക് നമ്മുടെ പാഷൻ വല്ലതും ഉണ്ട് വെച്ചാൽ അത് ഫോളോ ചെയ്യുക. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. വേറൊരാൾക്ക് ദ്രോഹമില്ലാത്ത പിന്നെന്താ ചെയ്യാൻ കുഴപ്പം. അത് സപ്പോർട്ട് വേണം, ഫാമിലി സപ്പോർട്ട് വേണം, അത് ശരിയാണ്. അതും നമുക്ക് കൺവിൻസ് ചെയ്യാം. അതും പ്രത്യേകിച്ച് ഈ കാലത്ത് അത്രയും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ചെറുപ്പക്കാരായ എന്നേക്കാൾ താഴെയാണല്ലോ ഇവരോട് ചോദിക്കാം സപ്പോർട്ട് കിട്ടാറുണ്ടോ ഇല്ലയെന്ന്. ഇപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും പറഞ്ഞു തരുന്നത് ഒരു കോമൺ പോയിന്റ് എനിക്ക് മനസ്സിലായത്, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പുറകെ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. ആ ഇഷ്ടത്തിന് പുറകെ പോകാനുള്ള ധൈര്യം നിങ്ങൾ എടുക്കുക. ഇപ്പം ഞങ്ങളെ കേൾക്കുന്നത് കൂടുതലും അന്തർജനങ്ങളല്ല, ഏട്ടന്മാരാണ്. അപ്പം നിങ്ങളുടെ അനിയത്തിമാരോ ചേച്ചിമാരോ ഭാര്യമാരോ ആരാണോ അവർക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. അതിന് പോകാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസയായിട്ട് വേണമെന്നില്ല, ഒരു ചിരി മതിയായിരിക്കും. അല്ലെങ്കിൽ ഒരു നീ ചെയ്ത് നോക്ക്, നിനക്കത് പറ്റും, തോക്കണമെങ്കിൽ തോക്കട്ടെ, ആ ഒരു വിശ്വാസം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് പോകും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും എന്നേക്കാൾ കൂടുതൽ കഴിവുകളുണ്ടായിരുന്നു. എൻ്റെ ചെറിയമ്മയുടെയൊക്കെ ചില സമയത്ത് ഓരോ കാര്യങ്ങൾ, ഒരു വിശേഷം വരുമ്പോൾ അവരെത്ര മെറ്റിക്കുലസ്ലി, എത്ര ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. ഞാൻ പറയും, ചെറിയമ്മ വല്ലയിടത്തും വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ സീനിയർ മാനേജർ ആയേനെ. എത്ര കഴിവുകളുണ്ട് അവർക്ക്. പക്ഷെ സാഹചര്യങ്ങൾ അവർക്ക് പറ്റിയില്ല. അവർ ആ വീട്ടിൻ്റെ ആ ഒരു അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ട് പോയി. ഇനിയെങ്കിലും ഇപ്പോഴും വൈകിട്ടില്ല. ഇപ്പം നിങ്ങൾ എത്ര വയസ്സാണെങ്കിലും
ചെറിയ കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഏടത്തിമാരാണെങ്കിലും ആരാണെങ്കിലും ഈ സമയത്തും മുന്നോട്ട് പോവുക, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൊടി തട്ടിയെടുക്കുക, മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടാവും, മുന്നോട്ട് എത്താനും പറ്റും. ഞാൻ അതിനെ ഒരു പടി മുകളിലേക്ക് കയറ്റാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ 40 വയസ്സ് വരെയല്ലേ പറഞ്ഞേ, ഞാൻ അതും കഴിഞ്ഞതാണ്. വയസ്സ് പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. മകന് അത്യാവശ്യം പ്രായമുണ്ട്, 25 വയസ്സുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊക്കെ കണക്ക് കൂട്ടിയ മാസ്റ്റേഴ്സൊക്കെ പഠിച്ച് ഏകദേശം വയസ്സൊക്കെ കണക്ക് കൂട്ടാൻ എനിക്ക് പറയാനും മടിയില്ല കേട്ടോ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു 40 വയസ്സ്, 40-ലും മീതെ 45 വയസ്സ്, അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 45 വയസ്സെന്ന് കൂട്ടിക്കോളൂ. ഇപ്പോൾ ഒരുപാട് വുമൻ അപ്പുറത്തെ സൈഡിലുണ്ട്, പക്ഷേ ഇതൊരു എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു പ്രായം കഴിയുമ്പോഴാണ്, ഇപ്പോൾ ഒരു യങ് ഏജിൽ എവറിബഡി നീഡ്സ് എവറിബഡി, ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, all very very great time because going for marriage, school anniversary, so many functions, everybody is busy. നമ്മൾ ഭയങ്കര യങ് ആണ്, എനർജറ്റിക്, നല്ല ഡ്രസ്സ് ഇടണം, മാച്ചിങ് എല്ലാം വേണം, ഹൈ. ആൻഡ് വെൻ യു കം ടു അൻ ഏജ്, നമ്മുടെ ബോഡി അതിന് ഒപ്പം നമ്മളോട് യോജിക്കില്ല, ആൻഡ് യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പം ഒരു 45 വയസ്സാകുമ്പോഴേക്കും ഗൈനക് ഇഷ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. അത് എല്ലാവർക്കും വരുന്നതാണ്. നോബഡി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഒരു 40-42 വയസ്സായ ഈവൻ ഐസ് നമ്മളോട് സപ്പോർട്ട് ചെയ്യാണ്ടായി തുടങ്ങി. ബിക്കോസ് വെള്ളെഴുത്ത് എന്നൊരു സംഭവം ഞാൻ പറയാറുണ്ട്, ഓൺലി 20-22 ഇയേഴ്സ് ഇസ് എ വെരി പീക്ക് ടൈം, യു ക്യാൻ ഡു എനിത്തിങ്. ആഫ്റ്റർ 42-45 നോ ഡ്രോപ്സ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഡ്രോപ്പ് ചെയ്യാണ്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, 40 ആയാൽ പിടിച്ചോളൂ. ആ സമയത്ത് ആസ് യു സെഡ്, ഓൾ പാഷൻസിനെയൊക്കെ പതുക്കെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹയസ്റ്റ് കരിയറിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പാർട്ടിൽ, ഇഫ് ഒരു 21 ഏജിൽ ജോബ് ചെയ്തു തുടങ്ങി, ചില വെരി യങ്സ്റ്റേഴ്സ് ആർ ദർ, 21 ഏജിൽ ജോലി ചെയ്തു തുടങ്ങിയാൽ 42 ഒരു ഗുഡ് ടൈം, യു മെയ്ഡ് ഇറ്റ്. ഗുഡ് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒരു 42-45 ആകുമ്പോഴേക്കും ഒരു നല്ല രീതിയിൽ ജോലി ചെയ്താൽ ഒരു ഫൈനാൻഷ്യൽ നല്ലൊരു സ്റ്റേബിളായിട്ടുള്ളൊരു കണ്ടീഷനിലെത്തും. then you start your passion. ഓക്കെ, എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ സമയത്താണ് നമ്മുടെ ബോഡി നമുക്ക് തിരിച്ച് തുടങ്ങും. സ്റ്റാർട്ട് യുവർ ഏജ് ബാക്ക്. ഓക്കെ, ബാലദശയിലേക്ക് ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പറയില്ലേ, ഇപ്പോൾ 60 ബാലദശയല്ല കേട്ടോ, ഇപ്പോൾ ഒരു 80 ബാലദശ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ദിവസവും നമുക്ക് പറ്റാവുന്നത് മോർ ആക്റ്റീവ് ആണ്. ഇപ്പോൾ ഡിജിറ്റലായിട്ടും സോഷ്യൽ നെറ്റ്വർക്കിംഗ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇപ്പം നമ്മൾ സ്ത്രീകളാണല്ലോ ടോപ്പിക്ക്, ഹെൽത്തിനെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയം അതാണ്. അപ്പം നമ്മൾ എത്രയോ ആക്റ്റീവ് ആവണം. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, വർക്ക് ചെയ്യാത്ത ഒരാൾക്കുള്ള മുട്ടുവേദന വർക്ക് ചെയ്യണ ഒരാൾക്ക് കുറവാണത്. എത്രയോ ആക്ടിവിറ്റീസിലുണ്ടോ അവർ ആ മുട്ടുവേദന എന്ന് പറഞ്ഞിരിക്കുക, അവർക്ക് നേരില്ല, അവർക്ക് സമയമില്ല മുട്ടുവേദന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഇഫ് യു ആർ ആക്റ്റീവ്, അതെല്ലാം മറന്നു പോകും. ഞാൻ മറക്കണ്ട, മെഡിക്കേറ്റ് അതിനൊന്നും അല്ല ഞാൻ പറയുന്നത്. യു ഷുഡ് ഗോ ഫോർ മെഡിക്കേഷൻ ഇഫ് ഇറ്റ് ഈസ്, അത് ഭയങ്കര കോംപ്ലക്സ് ആണെങ്കിൽ യു ഷുഡ് ഗോ. പക്ഷെ ഞാൻ പറയുന്നത് ആക്ടിവിറ്റീസ് കൂട്ടും തോറും നമ്മളുടെ മൈൻഡ് ക്ലിയർ ആയിക്കണം. ഞാനൊരു കൈനക്ക് ലെക്ചർ കേൾക്കുമായിരുന്നു. ഈവൻ അവർ പറഞ്ഞു പീക്കോസ് പോലുള്ള കാര്യങ്ങൾ, ഞാൻ ഡോക്ടറൊന്നും അല്ല കേട്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞു ഡോക്ടറെ ചികിത്സിക്കില്ല, എന്നാലും ഞാൻ കേട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. പീക്കോസ് പോലുള്ള കാര്യങ്ങൾ പോലും ഇഫ് യു ക്യാൻ മേക്ക് നൗ പോസിറ്റീവ് സെൽസ് ഉണ്ടാക്കും തോറും ഒരുപാട് നമ്മുടെ ബോഡിക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന പറയണേ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് 40 എബവ് ആവും തോറും ട്രൈ ടു ബി മോർ ആക്റ്റീവ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഏജിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അസുഖങ്ങളൊന്നും വരാതെ, ഇഫ് യു ആർ ബിസി വിത്ത് യുവർ ഷെഡ്യൂൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരു കാര്യം കൂടി പറഞ്ഞ് വേഗം തീർത്താം. കോവിഡ് സമയത്ത് ഒരു ടീച്ചർ ഒരു മാത്തമാറ്റിക്സിൽ ഭയങ്കര സ്ട്രോങ് ആണ്, എന്താ ചെയ്യാന്നറിയില്ല. ഞാൻ പറഞ്ഞു തുടങ്ങൂ, ഓൺലൈൻ ട്യൂഷൻസ് തുടങ്ങൂ, വെരി സ്ട്രോങ് ആണ് മാത്തമാറ്റിക്സിൽ. ഒരാളെ വെച്ച് തുടങ്ങി, ഇപ്പം നേരമില്ല. എന്നോട് ചോദിക്കുമ്പോൾ അയ്യോ എനിക്കിന്ന് നേരമില്ല. അങ്ങനെ ഒരുപാട് ട്യൂഷൻസ് ഈസ് കംപ്ലീറ്റ്ലി ബിസി. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആസ് യു റൈറ്റ്ലി സെഡ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് വൺ മോർ തിങ് ഐ വോണ്ട് ടു സേ, ഈ ഒരു വെറൈറ്റി ഓഫ് പ്രൊഫഷൻ ഇറ്റ് സെൽഫ് ഷോസ്. എല്ലാ പ്രൊഫഷനുണ്ട്, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് 7-8 പ്രൊഫഷൻസാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചത്.
അപ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ മോട്ടിവേഷൻ ഫോർ എവറിബഡി. സമയമില്ല, അപ്പോൾ ഓഡിയൻസിന് മൈക്ക് കൊടുക്കാം. ആർക്കെങ്കിലും വല്ലതും. അന്തർജനങ്ങളും അവസരങ്ങളും എന്നാണ് നമ്മുടെ വിഷയം. ഈ വിഷയത്തിൽ വളരെ ചുരുക്കി 1-2 സെൻറ്റൻസുകളിൽ അഭിപ്രായം പറയാനോ ഈ വിഷയത്തെക്കുറിച്ച് പാനലിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനോ ഉള്ള അവസരമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ശ്രീദേവി എന്നാണ്. ഞാൻ മ്യൂസിക് ടീച്ചറാണ് ഉണ്ടായിരുന്നത്. എനിക്ക് പോസ്റ്റൊക്കെ പോയി, ജോലിയെല്ലാം പോയി. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് SLC കഴിഞ്ഞു, മ്യൂസിക് പഠിച്ചു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം അതൊക്കെ ഉണ്ടായല്ലേ ജോലി ചെയ്യാൻ പറ്റുക. മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസം അല്ല എന്ന് വിചാരിക്കണ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അങ്ങനെ ഉണ്ടായിരുന്നു. അവർക്കത് വിദ്യാഭ്യാസം അല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസം മ്യൂസിക്കാണ്. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം തരുന്ന ഒരു വിഷയമാണ്. എന്തൊരു അസുഖമുണ്ടോ അതൊക്കെ മാറുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ലാത്തൊരു കാലത്ത് ഒരു അസുഖം പോലും എനിക്കുണ്ടായിട്ടില്ല. ഇപ്പം അടുത്ത കാലത്താണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ച് 12 കൊല്ലമായി, മകൻ എൻ്റെ അടുത്തില്ല. അതിന് ശേഷം എനിക്ക് അസുഖം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്. നമ്മളെപ്പോഴും എനർജി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അസുഖം ഉണ്ടാവില്ല. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, എന്ത് കാര്യം ചെയ്യാനായിട്ട് സന്തോഷം ഉണ്ടാവുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ല മനസ്സുണ്ടാവുക. ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖം വരില്ല എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ എന്താ ചെയ്യണേ? ഞാൻ മ്യൂസിക് ടീച്ചർ കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇരിക്കുകയെന്ന് വെച്ചാൽ പിന്നെ കുറേ ക്ലാസ് എടുത്തു പ്രൈവറ്റായിട്ട്. പക്ഷേ ആ ക്ലാസ് എടുക്കുന്ന സമയത്തും എനിക്ക് കുറേ അസുഖങ്ങൾ കൊണ്ട് പ്രസവ സംബന്ധം കുറേയായിട്ട് അസുഖങ്ങൾക്ക് വന്നു. പിന്നെ ഒന്നും കറക്റ്റാണ് ചെയ്യാൻ പറ്റാണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആദ്യം സ്റ്റക്കായി. കലാഭവനിൽ സെലക്ഷൻ കിട്ടി. അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെവിയുടെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് അതിൻ്റെ ഒരു ശ്രുതിയൊക്കെ കറക്റ്റ് മനസ്സിലാവായൊക്കെ വന്നപ്പോഴാണ് ഞാൻ വെറുതെ ഇരിക്കേണ്ടി വന്നപ്പോഴാണ് എനിക്ക് കുറേ അസുഖങ്ങൾ വന്നത്. കൂടുതലായത് അതിന് ശേഷമാണ് അത്. അപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴും വെറുതെ സാരി പെയിൻറ്റിങ്, പ്രിൻറ്റിങ്, ബ്യൂട്ടീഷ്യൻ ഇങ്ങനെയുള്ള എല്ലാതും ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുള്ളതാണ്. എൻ്റെ അനിയൻ ഡ്രോയിങ് മാഷാണ്. എനിക്കും കുറച്ച് വരയ്ക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട് വൈദ്യമഠമാണ്. അവിടുന്ന് കിട്ടിയതാണോ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണോ അതൊന്നും എനിക്കറിയില്ല. കലാപരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യത്തോടു കൂടി 4 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞു ഞാൻ. അത് കച്ചേരി ചെയ്യാനായിട്ട് അതിൻ്റെ അടുത്തേക്ക് എത്താൻ അയക്കണില്ല ഈശ്വരൻ. അത് അപ്പോഴേക്ക് എന്തോ തട്ടി മാറ്റുന്നുണ്ട്. ഇപ്പോൾ കലാഭവനിൽ കിട്ടിയിട്ടും അത് കറക്റ്റ് ആവണില്ല. ഇനിയിപ്പോൾ ആദ്യം വീണ്ടും ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് തട്ടി മാറ്റിയാലും വീണ്ടും നമ്മൾ മുമ്പിലേക്ക് പോവുക, പിന്നിലേക്ക് പോവുക എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എൻ്റെ ഉള്ളിലുണ്ട്. അടുത്തൊരു ചോദ്യം ആണോ? ഇപ്പോൾ ഇവിടെ ഇവരുടെയൊക്കെ സ്റ്റോറീസിൽ ഫാമിലിയിൽ തന്നെ ഇതുപോലൊരു എക്സ്പ്ലോഷർ കിട്ടാത്തൊരു വിഭാഗമുണ്ട്. നമ്മുടെ ചെറിയമ്മ ആയിക്കോട്ടെ, അമ്മായി ആയിക്കോട്ടെ, വല്യമ്മമാരായിക്കോട്ടെ, അങ്ങനെ ഒരു സമൂഹം അന്നുമുണ്ട്, ഇന്നും അതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഏജിൽ ഇപ്പം ഞാൻ 36 ആണെങ്കിൽ ഇതേപോലെ 36, 40, 30 to 40 എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാണ്ട് പകച്ചു നിൽക്കുന്ന ഒരു യങ്സ്റ്റേഴ്സ് നിങ്ങളുടെ പിന്നിലുണ്ട് എന്നുള്ളതാണ് സത്യം. ആ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലർ അവരുടെ ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ എന്തിലേക്കാണ് പോകേണ്ടതെന്നൊരു തീരുമാനം എടുക്കൽ വലിയ പ്രോസസ്സാണ്. യെസ്, ഐ എം ഗോയിങ് ടു ബിഹൈൻഡ് ദിസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയതാണ് നിങ്ങളുടെ വിജയം. അതെടുക്കാൻ പറ്റാത്ത നിങ്ങളുടെ പിറകിലെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു ജനറേഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഞാൻ ആൻസർ ചെയ്യട്ടെ. അച്ഛാ, ഞാനിത് കുറേ പേരോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം വന്ന ഈ ചോദ്യം എൻ്റെ ഫാമിലി തന്നെ കുറേ പേര്
ഇങ്ങനെ എന്താ പറയുക, അവർക്ക് അവരുടെ ടാലൻ്റ് അറിയില്ല. എനിക്കറിയാം അവരുടെ ടാലൻ്റ് എന്താണെന്ന്. എൻ്റെ കുട്ടിക്കാലത്ത് അവർ പല കാര്യങ്ങളും ഭയങ്കര ഏബിളായിട്ട് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം അവരോട് അത് പറയുമ്പോൾ കുറേ പേർക്ക് എന്താ പറയുക, ആ പ്രായത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ മുമ്പോട്ട് ഇറങ്ങാനുള്ള, ബാക്കിയുള്ളവർ എന്ത് പറയും എന്നുള്ള പേടിച്ചിട്ട് പിന്നാക്കം നിൽക്കണവരുണ്ട്. അപ്പം അവരോട് നമുക്ക് ആദ്യം ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ എത്ര പറഞ്ഞാലും അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനവൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണേ, മുമ്പോട്ട് പോവാതെയും പറ്റില്ല. അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അത് ആദ്യം അവനവൻ്റെ ഉള്ളിൽ വരണം. നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാനേ വേറൊരാൾക്ക്, അതിപ്പോൾ ആരായാലും, അച്ഛനായാലും അമ്മയായാലും ഭർത്താവായാലും ആരായാലും സപ്പോർട്ട് ചെയ്യാം എന്നൊരു വാക്ക് അവർക്ക് തരാനേ, അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തായാലും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഓരോ വഴികളുണ്ടാവും, നമ്മൾ ആ വഴി അന്വേഷിച്ച് പോകും. ഈ പറയണ പോലെ പകച്ചു നിൽക്കുക എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഞാനും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മുടെ മുന്നിൽ ഒരാൾ അയാളുടെ കഴിവ് എന്താണെന്ന് തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ, നമുക്കറിയാമെങ്കിൽ, അറിയില്ലെങ്കിലും അതെ, നമുക്കറിയുന്ന ആൾക്കാർ, നമ്മളെല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിരിക്കണേ. ഒരാളുടെ ഒരു നല്ലത് കണ്ടു കഴിഞ്ഞാൽ അത് തുറന്നു പറയാനുള്ളൊരു മനസ്സ്. ചീത്ത മാത്രം കണ്ടുപിടിക്കണ ലോകമാണ് ഇപ്പോൾ. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കിൽ ചീത്ത കാര്യങ്ങൾ മാത്രമാണ്. നമുക്കെന്താ നമ്മുടെ ഉള്ളിൽ അത് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് നല്ലത് പറയാൻ ആരും ഉണ്ടാവില്ല മിക്കവാറും. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് നല്ല കാര്യമാണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന നല്ല നമ്മളെക്കാൾ നല്ലത് ഇത് പറയുന്ന ഒരാളുടെ ഒരു നല്ല മനസ്സ്. ആ മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി വരും തലമുറയ്ക്കെങ്കിലും ഇങ്ങനെ ഒരു പകച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് തോന്നണില്ല. നല്ലത് കണ്ടാൽ നല്ലത് പറഞ്ഞാൽ എല്ലാം മനസ്സിലാവും ആൾക്കാർക്ക്. പകച്ചു നിന്ന് പോയ ഒരു കുട്ടിയുടെ കാര്യമാണ് കേട്ടോ. എനിക്ക് എൻ്റെ കാര്യം അറിയില്ലായിരുന്നു അന്ന്. എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്, ഈശ്വര, എൻ്റെ ഒരു നല്ല കാര്യം ഒരാൾ എന്നോട് ഞാൻ ചെയ്യണത് നല്ലതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനത് ശ്രദ്ധിച്ചേനെ, കുറച്ചും കൂടിയും അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. എനിക്ക് നാമിനോടൊരു പറയാനുള്ളൊരു ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു ഫാർ അപ്രോച്ചിങ് പ്ലാറ്റ്ഫോമായി മാറിയ കാരണം ഒരു സജഷൻ, വെരി ക്വിക്ക് സജഷൻ ഇസ്, വൺ ഇസ് ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് പ്രൊഫഷൻസിലുള്ള വുമൻ സ്റ്റോറീസ് കണ്ടിന്യൂസ്ലി ഷെയർ ചെയ്യുക ആ പ്ലാറ്റ്ഫോമിൽ. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ്, we have very strong career counseling and education counseling people available within our community. അപ്പോൾ അവരുടേതായ സ്റ്റോറീസ് അല്ല, അവരുടേതായ പ്രസൻറ്റേഷൻസോ ഈവൻ ഓൺലൈനായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് സജഷൻസ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ വിജയിച്ച കഥകൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴും ഉള്ളിൽ നിന്ന് വരണമെന്നാണ് പറയുന്നത്. പക്ഷെ ഉള്ളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ, കാരണം പുറകിൽ നിൽക്കുന്ന ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അവർക്ക് തുടങ്ങാൻ പറ്റുന്നത് എന്തൊക്കെ, അവരെ മുമ്പോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. കാരണം പലർക്കും അറിയില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ ഒരു 7 പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അത് നിങ്ങളുടെ ഉള്ളിൽ ആ കഴിവുണ്ടായിരുന്നുകൊണ്ട് വന്നതാണ്. ഈ കഴിവല്ലാതെ വേറെ കഴിവുള്ള ഒരുപാട് പേരുണ്ടാവാം. അവരെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, അവരെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരും? അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു ഗുണവും. അതിനു വേണ്ടിയിട്ട് ഈ ഒരു കൂട്ടായ്മയ്ക്ക് നാമിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേർക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നതാണ് എൻ്റെ ഒരു ചോദ്യം. അതിന് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ആരാണോ അവർക്ക് മറുപടി പറയാം. തീർച്ചയായിട്ടും ഞാനത് ചെയ്തു കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അവർക്കൊരു എവിടെയെങ്കിലും ഒരു സ്റ്റക്കാണ്, അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവർ സ്റ്റക്കാണ്, ഈ ഒരു റൈറ്റ് ഡയറക്ഷനിലാണോ പോണേന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ റൈറ്റ് പേഴ്സണെ കണക്ട് ചെയ്ത് കൊടുക്കാൻ, ബിക്കോസ് നമ്മൾ ഒരുപാട് വേദികളിൽ വർക്ക് ചെയ്യുന്ന കാരണം റൈറ്റ് പേഴ്സണെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു സംരംഭം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സപ്പോർട്ട് ചെയ്യാൻ
സന്തോഷമേ ഉള്ളൂ. അല്ല, ഇതില് നിങ്ങൾ ഞങ്ങളെന്നല്ല, നാം എന്നാൽ നാമാണ്, ഒന്നിച്ചാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുവന്ന് അത് നമ്മളുടെ സമുദായത്തിലെ ഇതുപോലുള്ള വനിതകളുടെ കഴിവുകൾ കണ്ടെത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാൻ പറ്റുമോ? അതാണ് ഇതിലെനിക്ക് പറയാനുള്ളത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈസിയായ ഒരു കാര്യമല്ല. നമ്മൾ എടുത്ത് ചാടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നഷ്ടം വരും എന്നത് 100% ഉറപ്പാണ്. നമ്മൾ ആലോചിച്ച് അതിനെക്കുറിച്ച്, ഇപ്പോൾ സാധാരണ ഒരു വനിതയ്ക്ക് അതെങ്ങനെ ചെയ്യണം എന്ന് അറിയണ്ടാവില്ല. അതിന് വേണ്ട ആ ഒരു ടെക്നിക്കൽ നോ ഹൗ, എങ്ങനെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിന് മുന്നോട്ട് പോവാം, അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിലൊരു കാര്യം കൂടി ഞാൻ പ്രത്യേകിച്ച് പറയാം. നിതിൻ കൃഷ്ണൻ പറഞ്ഞു നാം എന്താ ചെയ്യാന്ന്. നാളെ യോഗക്ഷേമയുടെ ഒരു സെഷൻ, ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ആവുകയാണ്. ലൈഫ് സ്കിൽസിലെ സെൽഫ് അവെയർനെസ് എന്നാണ്. ആ അവെയർനെസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഉദ്ദേശം ഇതാണ്, അവനവനെ അറിയുക. അവനവനെ അറിഞ്ഞാൽ അവനവൻ്റെ കഴിവുകളും അറിയും, എന്താണ് എൻ്റെ ഇഷ്ടം എന്നുള്ളതും കഴിയും. അപ്പോൾ നാളെ ഈ ക്ലാസ്സിൽ പങ്കെടുത്താൽ എനിക്ക് സഹായിക്കാൻ പറ്റും. എനിക്കൊരു വാക്കായിട്ട് പറയാം. അതിന് യോഗക്ഷേമയുടെ ആരെങ്കിലും ഉണ്ടോ അറിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാനൽ ഡിസ്കഷൻ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഉഷ ചെങ്ങോത്താണ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്ത് കുറേ മുന്നോട്ട് പോയതിന് ശേഷം തിരിച്ചറിഞ്ഞു തൻ്റെ പാഷൻ ഇതല്ല, അല്ലെങ്കിൽ വേറെ പല ഫീൽഡ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടി അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടി തൻ്റെ പാഷനിലൂടെ മുന്നോട്ട് പോകണോ, അല്ല ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത് തൻ്റെ ഒരു സ്റ്റാൻഡ് ഉറപ്പിച്ചതിന് ശേഷം പാഷനിലേക്ക് പോകണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സിനിമാ ഫീൽഡിലോട്ട് പോകുമ്പോൾ താനൊരു ഡിഗ്രി കയ്യിലെടുത്തതിന് ശേഷം ഈ ഫീൽഡിലോട്ട് പോവാന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മൾ അത്രയും ചെറിയ ഇപ്പോൾ +2 ഒരു കോഴ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആർക്കും നമ്മുടെ പാഷൻ ഇതാണ് ഒരു വലിയ ഐഡിയ ഉണ്ടാവില്ല. ലൈക്ക് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പഠിച്ച് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത്, ഇപ്പോൾ ഒരു ഡിഗ്രി ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് കുറച്ച് എക്സ്പീരിയൻസ്, നമുക്ക് കുറച്ച് പക്വതയും കൂടെ വരുമായിരിക്കും. സോ ആ ഒരു സമയത്ത് മേ ബി നമ്മുടെ പാഷൻ ഇതാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പാഷൻ ഇതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. പക്ഷെ അത് തോന്നാത്തവരും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു പ്രൊഫഷൻ ചെയ്ത് വേറെ അതിലേക്ക് സ്വിച്ച് ചെയ്യണം എന്ന് പറയുന്നില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതായത് ചെറുപ്പത്തിൽ ഇന്നത് ചെയ്യൂന്ന് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് എൻ്റെ പാഷൻ ഇതാണ്, ഞാൻ അതുകൊണ്ട് ഫാഷൻ ഡിസൈൻ. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. അതായത് സോഷ്യൽ മീഡിയൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാം ഒരുപാടുണ്ട്. ഈ ചെറിയ കുട്ടികൾ തൊട്ട് അവർക്ക് നന്നായിട്ട് ബോധമുണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൽ നല്ല ബോധമുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രായത്തിൽ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർ ലോകം മൊത്തം കാണുക, അതായത് TV-യിലൂടെ ആയാലും അല്ലെങ്കിൽ ചുറ്റും ലോകം മൊത്തം കാണുക. അപ്പോൾ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ആൾക്കാർ പറയും ഡിഗ്രി ചെയ്യൂ, PG ചെയ്യൂ, ആ ഒരു വഴി പോകാനേ നമുക്ക് പറ്റുള്ളൂ, ആരും പറഞ്ഞു തരാനില്ല. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല. എല്ലാവർക്കും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഈ ഒരു ജനറേഷൻ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പറ്റുന്നുണ്ട്. എങ്കിലും നമ്മളൊരു അഡ്വൈസ്, ഇപ്പം ഒരു കുട്ടി തൻ്റെ പാഷൻ ഡാൻസ് അല്ലെങ്കിൽ മ്യൂസിക് അതാണെന്ന് പറയുകയാണെങ്കിലും അയാൾക്കൊരു പ്രൊഫഷണൽ ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം മോനെ അതിലേക്ക് പോകുമ്പോൾ മോളെ അതിലേക്ക് പോകുമ്പോൾ അതിന് മുന്നേ നീ ഒരു പ്രൊഫഷണൽ കോഴ്സ് കയ്യിലെടുത്തതിന് ശേഷം, പക്ഷെ ആ കുട്ടിക്ക് പഠിക്കാനല്ല താല്പര്യം, മോട്ടീവ് മറ്റേതിനാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവാൻ പാരന്റ് എന്ന നിലയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്താ വേണ്ടതെന്നുള്ളത് ഉറപ്പായിട്ട്. അല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ആളെ ഫസ്റ്റ് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മളിപ്പോൾ ഡാൻസ്, പാട്ട് എന്തായിക്കോട്ടെ അതിൽ പോവാൻ നമുക്ക് ചുറ്റുമുള്ളൊരു അറിവ് വേണം കുറച്ചെങ്കിലും.
അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവരുടെ ഒരു മേഖലയിലേക്ക് അവരുടെ ഇഷ്ടത്തിന് അവരെ വിടുക. അല്ലെങ്കിൽ ഈ പഠിച്ചു കഴിഞ്ഞ് നീ ആ ജോലി ചെയ്യണം ഈ ജോലി ചെയ്യണം എന്ന് പറയാതെ അവരുടെ പ്രൊഫഷന് വേണ്ടി അവരെ വിടുക. ഇപ്പം നോർമലി ആൾക്കാർ പറയും ഇന്ന് പഠിക്കുക, ജോലി ചെയ്യുക, കല്യാണം കഴിക്കുക, ഇതാണ് പെൺകുട്ടികളോട് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അതായത് അവർ ആദ്യം എഡ്യൂക്കേറ്റഡ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് അവരവരെ ഇഷ്ടമുള്ള പ്രൊഫഷൻ ചെയ്യട്ടെ, അവർക്ക് സമയമാകുമ്പോൾ അവർ കല്യാണം കഴിക്കട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ഒരു ചോദ്യം കൂടെ ഉണ്ട്. അവസാനമായിട്ട് ഒരു കുസൃതി ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളെല്ലാവരും പറഞ്ഞു ഈ ബിസിനസ് തുടങ്ങാനായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ നിലയിലെത്തില്ല. അതിലുപരിയായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരെയും പ്രതിദാനം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്നും ഈ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുമാണ് ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് എല്ലാവരെയും പ്രതിനിധീകരിച്ച് നിങ്ങളോട് ചോദിക്കും. തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടെ അതിലേറെ സന്തോഷത്തോടെ എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഞാനിന്ന് ഇവിടെ ഈ വേദിയിൽ ഇവിടെ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ എനിക്ക് എൻ്റെ പുരുഷൻ്റെ സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എനിക്കും അത് പറയാതെ പറ്റില്ല. കാരണം ഞാൻ പലപ്പോഴും, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, അല്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷേ എന്നെ പല സ്ഥലത്തേക്കും ഇതിനു വേണ്ടി എൻ്റെ കൂടെ വരാനും, അതുപോലെ ഹസ്ബൻഡ് മാത്രമല്ല അതുപോലെ തന്നെ അച്ഛനും അമ്മയും, അവിടുത്തെ അച്ഛനും അമ്മയും അതേപോലെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയും കൂടുതൽ ഒപ്പം നിൽക്കണേക്കാൾ കൂടുതൽ അവരെൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സഹകരണത്തോടെ കൂടി മാത്രമായിരിക്കും ഓരോരുത്തരുടെയും വിജയം ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇത് ചോദ്യമല്ല, എൻ്റെ ഒരു ചിന്തയാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ പിന്നിൽ ഒരു പുരുഷൻ്റെ ശക്തമായ കരങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് വിസിബിളായിട്ട്. അപ്പോൾ ഇതൊരു എപ്പാർട്ടല്ല, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ദേ ക്യാൻ റോൾ ഫോർ, അത് മുന്നോട്ട് ഒത്തിരി പോകാൻ പറ്റും. ഒരു നാണയം തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുന്നതിന് പകരം അവർ റോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസമാണ് അത്. ഉറപ്പായിട്ടുണ്ടാവും. ഞാനൊരു ഹസ്ബൻഡും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, എന്നോട് എപ്പോഴും പറയും, അതായത് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയണം കേട്ടോ എന്ന് പറയും. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ അതുകൊണ്ട് മാത്രം പറയുന്നതല്ല. എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാത്തിനും നമ്മുടെ ഒന്നിച്ച് നിൽക്കുക. അവർക്ക് അതിനെക്കൊണ്ടൊരു മേ ബി ഒരു ഗുണവും കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ എപ്പോഴും നമ്മുടെ ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും എന്നെ എപ്പോഴും പറയും ഞാൻ ഭയങ്കര, അതായത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളാ, അങ്ങനെ മാത്രം പറയുന്ന ആളാന്ന് പറയും. പക്ഷെ ഞാൻ പറയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് എൻ്റെ ബ്രദറാണ്. ആൾ ഇതുപോലെ തന്നെ പഠിച്ച് നല്ലൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനത് കണ്ടിട്ടാണ് വളർന്നത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയാണ്. അതായത് എപ്പോഴും എന്നെ ഒന്നിച്ച് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്താ പറയുക, അങ്ങനെ നമുക്ക് ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ കരിയറും ഉണ്ട്. രണ്ടും നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാണ്ട് ഇരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒന്ന് ആൾക്കാർ ഡ്രോപ്പ് ചെയ്യുന്നത്. അത് മിക്കവാറും കരിയർ ആയിരിക്കും. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഫാമിലി നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എൻ്റെ കേസിൽ ഞാൻ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും കൂടെ പറയാണ്, അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അന്തർജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ? നിങ്ങളുടെ വീട്ടിലുള്ള ഏട്ടന്മാരും അല്ലെങ്കിൽ അച്ഛന്മാരും അമ്മമാരും ഇവരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനും മുന്നോട്ട് വരാനും തീർച്ചയായും കഴിയും. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, സപ്പോർട്ട് ചെയ്യണ ഭർത്താവ് ഇല്ലെങ്കിലും അതും ഒരു പോസിറ്റിവിറ്റിയാണ്. എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു വ്യക്തി ഇല്ല ജീവിതത്തെ. അത് കാരണമാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വേദിയിൽ ഇരിക്കണേ. അതും ഞാൻ പറയാം.
എന്താ വെച്ചാ സത്യം പറയുകയാണെന്ന് ഒരു സെക്കൻഡ്, ഒരു ചോദ്യം കൂടെ. ഒരു ചെറിയ അഭിപ്രായം. ഈ അന്തർജനങ്ങളും സാധ്യതകളും എന്നുള്ളതാണുള്ള വിഷയം. അപ്പോൾ നമ്മൾ അന്തർജനങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? അന്തരല്ലല്ലോ, എല്ലാവരും ബാഹറല്ലേ, പുറത്തല്ലേ. അപ്പോൾ അന്തർജനങ്ങൾ നിന്ന് മാറ്റേണ്ടതല്ലേ? അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതല്ല, എനിക്കതിൽ വേറൊരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. ഈ അന്തർജനങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയുടെ എനിക്കറിയില്ല, ഞങ്ങളുടെ അല്ലെങ്കിൽ കുറച്ചും കൂടി മുമ്പോട്ടുള്ള ജനറേഷനിൽ വളർന്ന കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള കോൺഫിഡൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് കമ്പാരിറ്റീവ്ലി മറ്റ് ഇതിലുള്ള ആൾക്കാരെക്കാൾ കുറവായിരിക്കുന്ന എനിക്ക് തോന്നണേ. ഭയങ്കര വ്യത്യാസമുണ്ട്. ആ ഒരു ഞാനിത് ആദ്യം ഈ ടൈറ്റിൽ കണ്ടപ്പോൾ ഞാനിത് മാറ്റാൻ പറയണോ എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മുടെ ആൾക്കാരും അങ്ങനെ എടുത്തു പറയണത്, ഇനി അത് വേറെ കോൺട്രവേഴ്സി ആവുമെന്ന് അറിയില്ല. എന്തായാലും അത് വ്യത്യാസമുണ്ട് എപ്പോഴും. ഇപ്പം നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം. എൻ്റെ പ്രായത്തിൽ ഈ ഒരു ഇതിൽ ഞാൻ നിൽക്കണതും എൻ്റെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ നിൽക്കണതും ഉള്ള കോൺഫിഡൻസ് ലെവൽ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവർക്ക് ഇപ്പം വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു, നമ്മൾ വളർന്നു വന്ന ഓരോ സാഹചര്യത്തിൽ ഇതൊക്കെ എന്തായിരുന്നു, നമ്മളിങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരിത് നമ്മളുടെ ചുറ്റുപാടിലുള്ളവരും, അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്പൂതിരി സമുദായത്തിലുള്ളവരും അതുപോലെ തന്നെ പുറത്തുള്ളവരും ഒരു നമ്പൂതിരി പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം എന്നൊരു ലേബൽ അടിച്ച് തന്നിട്ടുണ്ട് ഓൾറെഡി. അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് വളരെ വ്യത്യാസമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ അന്തർജനങ്ങളും അവസരങ്ങളും എന്നുള്ള പേരിന് മാറ്റം വരുത്തേണ്ടതില്ല. അത് അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഈ അന്തർജനം എന്ന് പറയുമ്പോൾ അതിന് വല്ല ഒരു ഇതുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പം നമ്പൂതിരി ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വസ്തതയുണ്ട്. അതുപോലെ നിങ്ങൾ ഇത് കൊടുക്കുന്നത് കൊണ്ട്, തുടരുന്നത് കൊണ്ട്, നിങ്ങൾക്ക് അന്തർജനം വേൾഡ് അന്തർജനം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കൂടുതൽ ഇതുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് കൊടുത്തുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ വിശ്വാസത്തിലെടുക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ അന്തർജനങ്ങളാണ് എന്ന് വിചാരിച്ച് പൊതുവെ നമ്പൂതിരിമാർക്കുള്ള ആ സ്വീകാര്യത കിട്ടണമുണ്ടാവും. അതുണ്ട്, നമുക്ക് ആ ഒരു വിശ്വാസം കിട്ടുന്നുണ്ട് സമൂഹത്തിൽ നിന്ന്. അതെനിക്ക് പറയാം. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി ചോദ്യങ്ങളില്ലാച്ചാൽ കൺക്ലൂഡ് ചെയ്യാം. ശരി, കൺക്ലൂഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച പലതും ചെയ്തു. നമ്മൾ പല കരിയർ പാത്തും നമ്മൾ കണ്ടു. അവർക്ക് വന്ന ഓബ്സ്റ്റിക്കിൾസ് എന്താ, അവർക്ക് എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് കേട്ടു. പക്ഷേ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ പറയുന്നത് പോലോ കോലോൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്. ഇഫ് യു വാണ്ട് സംതിങ് ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്, അദ്ദേഹം യൂസ് ചെയ്ത വേർഡ് ദി എൻറ്റയർ യൂണിവേഴ്സ് കൺസ്പയേഴ്സ് എന്നാണ്. കൺസ്പയർ എന്നുള്ളൊരു വേർഡ് ആക്ച്വലി നമ്മൾ നെഗറ്റീവ് വേർഡായിട്ടാണ് യൂസ് ചെയ്യാറ്. അതായത് നമ്മൾ എന്തെങ്കിലും ഈ കള്ളത്തരം കാണിക്കാനുള്ള പ്ലാനിങ്, അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ ഇദ്ദേഹം ഇത് പോസിറ്റീവ് സെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദി എൻറ്റയർ യൂണിവേഴ്സ് കൺസ്പയേഴ്സ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ട് വെച്ചാൽ അത് തീർച്ചയായിട്ടും അത് ഫലിക്കും. എൻ്റെ വാട്സാപ്പിൽ ആരെങ്കിലും നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇട്ടെടുക്കുന്ന ഡ്രീം ക്യാച്ചർ എന്നാണ്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കണ്ടായി, ഈ ഡ്രീം ക്യാച്ചർ ഒപ്പോൾ എഴുതിയത് ആക്ച്വലി ഡ്രീം ക്യാച്ചർ ആണോ? അപ്പോൾ ഞാൻ പറയും അതെ, ഞാൻ വിചാരിച്ചതൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ നെഗറ്റീവ് ഭാഗം മാറ്റിയിട്ട് ഞാൻ പറയാണ്, എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഓബ്സ്റ്റിക്കിൾസ്, ഞാൻ 2 കുട്ടികളെ തന്നെ വളർത്തിയതാണ്. അപ്പോൾ ഓബ്സ്റ്റിക്കിൾസ് ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ച പോലെ നടന്നുണ്ട്. അപ്പോൾ ഡ്രീം ക്യാച്ചർ തന്നെയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ട്, എനിക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമായാലും മതി, ഒന്നും വേണ്ട. ദേഹണ്ണ അറിയാച്ചാൽ പൊതിച്ചോറ് കൊടുത്താലും മതി, അതും ഒരു ബിസിനസ്സാണ്. അതിന് നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം തന്നെ 10 ആൾക്കാർക്ക് കൊടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരോടും നന്ദി, നമസ്കാരം.
എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ അത്രയും കൂടെ അറിയില്ല. പിന്നെ ഇവരോട് പറയണ അങ്ങനത്തെ വല്ലവരും ഉണ്ടോ വെച്ചാൽ ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. എൻ്റെ ഗൈഡ് ഇതല്ല, യോഗക്ഷേമക്കാരാണ് അത് നടത്തണത്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായ ഒരു ചർച്ചാ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. നമ്മുടെ കുട്ടികളെല്ലാവരും, പുതിയ തലമുറകളെല്ലാവരും അവരവരുടേതായ മേഖലകളിലേക്ക് തിരിയാൻ ആർജവമുള്ളവരാണ്. എങ്കിൽ കൂടിയും ചില ദിശാബോധങ്ങൾ, ചില ചൂണ്ടുപലകകൾ നമുക്ക് നൽകേണ്ടി വരും. എന്തായാലും അതിലേക്കൊക്കെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു നല്ല ചർച്ച അവസാനിക്കുകയാണ്. ഈ രണ്ടാം വേദിയിലെ അവസാന ചർച്ച ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നാം 2024 ഹൃദയപൂർവ്വം ഉള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി ശ്രീ ബ്രിജേഷിനെ ക്ഷണിക്കുന്നു. ആദ്യമായി ഉപഹാരം സ്വീകരിക്കാൻ ഈ ചർച്ചയുടെ മോഡറേറ്റർ ഇന്ദിരാ നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ പ്രീജ രാമൻ, ഡോക്ടർ ലൈല രാമചന്ദ്രൻ, ഡോക്ടർ ആതിര, അനുശ്രീ, ശ്രീദേവി നമ്പൂതിരിപ്പാട്, അനുശ്രീ, ശ്രുതി രാമൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നാം 2024 രണ്ടാം വേദിയുടെ മുഴുവൻ പരിപാടികളും അവസാനിച്ചു. അടുത്ത ഒരു വർഷം ഇതുപോലുള്ളൊരു വേദിയിൽ നമുക്കെല്ലാം വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഈ വേദി ഇവിടെ പൂർണ്ണമാക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.